നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ MK വിനോദ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. I, Donald John Trump, do solemnly swear that I will faithfully execute the office of President of the United States and will, to the best of my ability, അമേരിക്കയുടെ 47 പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് സുവർണ കാലഘട്ടത്തിന് തുടക്കമെന്ന പ്രഖ്യാപനം. ബൈഡൻ ഭരണകൂടത്തിന് രൂക്ഷ വിമർശനം. സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയായി ലോക നേതാക്കളും വ്യവസായ പ്രമുഖരും. വൈസ് പ്രസിഡന്റായി JD വാൻസ്. അധികാരമേറ്റതിന് തൊട്ടുപിന്നാലെ ട്രംപിന്റെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ. US മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറും. രാജ്യത്തിന് മൂന്നാം ലിംഗക്കാരില്ല, പുരുഷനും സ്ത്രീയും മാത്രമെന്ന് പ്രഖ്യാപനം. യുക്രൈൻ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് വ്ളാഡിമിർ പുടിൻ. എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം നൽകാനാവില്ലെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട്. വ്യാവസായിക ആവശ്യത്തിന് നൽകാൻ വെള്ളമില്ല എന്ന് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് 2017. റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. സംഭൽ ഷാഹി മസ്ജിദിൽ പോലീസിന് നേരെ വെടിയുതിർത്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയുമായും ദാവൂദ് ഇബ്രാഹിമുമായും ബന്ധമുള്ള അഫ്രോസ്. കല്ലെറിഞ്ഞ 9 പേരെയും അറസ്റ്റ് ചെയ്തു. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ നിയമസഭാ സമ്മേളനത്തിന്റെ 3-ാം ദിനം. ബ്രൂവറി വിവാദവും കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയതും ചർച്ചയാവും. DCC ട്രഷററുടെ ആത്മഹത്യ ആയുധമാക്കാൻ ഭരണപക്ഷം. പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കി നിലനിർത്താൻ ചരടുവലികൾ. പ്രായപരിധിയിൽ വീണ്ടും ഇളവ് നൽകണമെന്ന പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകം ആവശ്യമുന്നയിക്കും. VD സതീശനും K സുധാകരനും മുന്നറിയിപ്പുമായി AICC നേതൃത്വം. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ പദവികൾ തെറിക്കുമെന്ന് താക്കീത്. പുനഃസംഘടനയ്ക്കും യോജിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും തയ്യാറാകണമെന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. അങ്ങനെ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി 2ാമത് തവണയും ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അധികാരമേറ്റു. പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു നടന്നത്. അതിൻ്റെ വാർത്തകളിലേക്ക് വരണം. അമേരിക്കയിൽ വീണ്ടും ട്രംപ് യുഗം. (2021) ക്യാപിറ്റോൾ ആക്രമണത്തിൽ പങ്കാളികളായവർക്ക് മാപ്പ് നൽകി ട്രംപ്. US മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ ഉത്തരവും ട്രംപ് പുറപ്പെടുവിച്ചു. ഇന്നലെ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകളും അദ്ദേഹം ഒപ്പുവെച്ചു. ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് എഫിഷ്യൻസി വകുപ്പും നിലവിൽ വന്നു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇന്നലെ ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 10:30 ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത്. ചുമതലയേറ്റ നിമിഷം മുതൽ വലിയ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ, തീരുമാനങ്ങൾ ഒക്കെ അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അധികാരമേറ്റ നിമിഷം തന്നെയാണ്, ഉടൻ തന്നെയാണ് മെക്സിക്കോയിൽ അധികാരമേൽക്കുന്നതിന് മുൻപ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ പ്രഭാഷണത്തിലും അദ്ദേഹം വളരെ കൃത്യമായി പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മെക്സിക്കൻ അമേരിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള നീക്കം. നമുക്കറിയാവുന്നതാണ്, മെക്സിക്കൻ അമേരിക്കൻ അതിർത്തിയിൽ തുടർച്ചയായി ആ അതിർത്തിയിൽ നിന്നുള്ള ഇൻഫിൽട്രേഷനും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് കടത്തും വലിയ തോതിൽ അമേരിക്കയെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 2016 അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ ആ പ്രദേശത്ത് എല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. 2017 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ മതിൽ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. എന്നാൽ അത് പൂർണ്ണമാക്കാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ പ്രദേശത്താണ് വീണ്ടും ശക്തമായ സുരക്ഷാ നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആ മേഖലയിൽ പൂർണ്ണമായും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രദേശത്ത്
മതിൽ നിർമ്മിക്കുന്നതിന് തന്നെയാണ് നീക്കമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ആ അതിർത്തികളെല്ലാം തന്നെ പൂർണ്ണമായും സീൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള എല്ലാ വഴികളും മെക്സിക്കൻ അതിർത്തിയിൽ അടയ്ക്കുന്നതിനുള്ള തീരുമാനവും സൈന്യത്തിന് നൽകിയിട്ടുണ്ട്, നിർദ്ദേശവും സൈന്യത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കുടിയേറ്റക്കാരുടെ വിഷയവും അതുപോലെ തന്നെ അനധികൃതമായ അതുവഴി കുടിയേറി വരുന്നവരുടെ വിഷയവും അതുപോലെ തന്നെ ആ വഴി വരുന്ന മയക്കുമരുന്ന് കടത്തും എല്ലാം തന്നെ തടയുക എന്ന അമേരിക്കൻ സർക്കാർ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം അദ്ദേഹം പാലിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം 2016 ജനുവരി 6 അദ്ദേഹത്തിന്റെ അധികാരമേൽക്കുന്ന 2021 ജനുവരി 6 അദ്ദേഹം പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്യാപിറ്റോളിലുണ്ടായ കലാപത്തിൽ ആക്രമണ സംഭവങ്ങളിൽ പ്രതികളായ 1600ഓളം പേർക്ക് മാപ്പ് നൽകുന്നതിനുള്ള ഒരു ഉറച്ച തീരുമാനവും അദ്ദേഹം എടുത്തിരിക്കുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ് അത്തരത്തിൽ മാപ്പ് നൽകാനുള്ള തീരുമാനം തന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വളരെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മാപ്പ് നൽകുന്നതിനുള്ള തീരുമാനം അതും ഉത്തരവാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാന സംഭവ വികാസം എന്ന് പറയുന്നത് സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ ഭാഗമായി ഇലോൺ മസ്കിനെ, ടെസ്ലയുടെ സ്ഥാപകൻ കൂടിയായ ഇലോൺ മസ്കിനെ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ട്രംപ് സ്റ്റാഫിൽ അദ്ദേഹം ഉൾപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ഉടൻ തന്നെ നിലവിൽ വരുന്നു എന്ന ഉത്തരവും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 20ഓളം സ്റ്റാഫ് ഉൾപ്പെടെയുള്ള അടിയന്തരമായ സംവിധാനങ്ങൾ അതിനെ ഒരുക്കി കഴിഞ്ഞുവെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇത്തരത്തിൽ നിർണായകമായ പല ഉത്തരവുകളും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം. ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. അമേരിക്കയുടെ സുവർണകാലം വരുന്നു. അതായത് ജനുവരി 20, 2025 എന്നത് അമേരിക്കയുടെ വിമോചനത്തിന്റെ ദിവസമാണ് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ 74ഓളം ബൈഡന്റെ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുള്ള ഉത്തരവുകളെല്ലാം തന്നെ കൂട്ടത്തോടെ പിൻവലിക്കുന്നതിനുള്ള ഒരു ഉത്തരവും അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധി ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ, 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ, പല വിധത്തിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ആദ്യ ദിനം തന്നെ 1-2 ദിവസത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും അമേരിക്കൻ ജനതയ്ക്ക് ട്രംപ് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാനുള്ള നിശ്ചയദാർഢ്യത്തിൽ തന്നെയാണ് അദ്ദേഹം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, നിർണായകമായ തീരുമാനങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ നിമിഷം മുതൽ അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത്. അത് ലോകരാജ്യങ്ങൾ തന്നെ ചർച്ചയാകുന്ന വലിയ തീരുമാനങ്ങളാണ് ട്രംപ് കൈക്കൊള്ളുന്നത്. മറ്റൊരാൾക്കും അവകാശപ്പെടാനാകാത്ത മഹാവിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. യുഎസിന്റെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇലക്ടറൽ കോളേജിന് പുറമെ കൂടുതൽ പോപ്പുലർ വോട്ടുകളും സെനറ്റും നേടിയാണ് ഇത്തവണ അധികാരത്തിലെത്തുന്നത്. സെനറ്റിലും ജനപ്രതിനിധി സഭയിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമഗ്ര ആധിപത്യം. ഐസൻ ജോസ് തുടരുന്നുണ്ട്. ഐസൻ, നമുക്കറിയാം ഹമസ് വെടിനിർത്തൽ പോലും താൻ അധികാരമേൽക്കുന്നു എന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ് എന്ന് ട്രംപ് പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. മാത്രവുമല്ല, കൃത്യമായി നമുക്കറിയാം ഭാരതവുമായി വളരെയധികം ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് ട്രംപ്. വിപ്ലവകരമായ ചില തീരുമാനങ്ങൾ അദ്ദേഹം അധികാരമേറ്റപ്പോൾ തന്നെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് അല്ലേ ഐസൻ? തീർച്ചയായും ദേവിക, വിപ്ലവകരമായ നിരവധി തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വളരെ കൃത്യമായി തന്നെ, അതായത് അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു. നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും എല്ലാം തന്നെ അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും ഈ വാഗ്ദാനങ്ങൾ അദ്ദേഹം പലയിടങ്ങളിലും ആവർത്തിക്കുകയും ചെയ്തു. അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുടിയേറ്റ വിഷയം തന്നെയായിരിക്കും ഏറ്റവും പ്രാധാന്യം നൽകുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പണപ്പെരുപ്പത്തിനും അതുപോലെ തന്നെ വിലക്കയറ്റത്തിനും രണ്ടാമതായിരിക്കും പ്രാധാന്യം ഉണ്ടാകുക എന്ന് തന്നെ അദ്ദേഹം നേരത്തെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് അദ്ദേഹത്തിന്റെ പ്രഥമ വിഷയം എന്ന് പറയുന്നത് കുടിയേറ്റം, അനധികൃത കുടിയേറ്റവും അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാർ വഴി അമേരിക്കയിലേക്ക് കടന്നു വരുന്ന ഡ്രഗ്സിന്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെയും വലിയൊരു പ്രശ്നവും തന്നെയാണ്. ആ പ്രശ്നം പരിഹരിക്കുക തന്നെ ചെയ്യുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ കൃത്യമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ എക്സിക്യൂട്ടീവ് ഓർഡറുകളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞിരുന്നു എന്നും അന്ന് അമേരിക്കയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർച്ചയായി ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറയുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വരികയും ഒക്കെ ചെയ്യുന്നത് ആ വാഗ്ദാനങ്ങൾ ഉറപ്പു നൽകുന്നത് തന്നെയാണ്. മാത്രമല്ല, നേരത്തെ അദ്ദേഹം നൽകിയ വാഗ്ദാനം കൂടിയായിരുന്നു ഈ 1600 പേർക്ക് വൈറ്റ് ഹൗസ് ആക്രമണം നടത്തിയ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ 1600ഓളം പേർക്ക്
മാപ്പ് നൽകുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം. ആ തീരുമാനവും വളരെ കൃത്യമായി നടപ്പാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രധാന വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനിരിക്കുന്നത് പനാമ കനാൽ തിരിച്ചുപിടിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ വാഗ്ദാനങ്ങൾ തന്നെയാണ്. ഉറപ്പായും അത് സംബന്ധിച്ചുള്ള ചില ആദ്യഘട്ട ഉത്തരവുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ച കൂടുതൽ വിശദീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. മാത്രമല്ല നമുക്കറിയാവുന്നതാണ്, അമേരിക്കയുടെ ആ മാറ്റം ഉടൻ ഉറപ്പാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മാറ്റം കാര്യക്ഷമമായി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ ടേമിൽ തന്നെ, അതായത് നമുക്കറിയാവുന്നതാണ്, അമേരിക്കൻ പ്രസിഡന്റായി 2 തവണയിൽ കൂടുതൽ തുടരാൻ സാധ്യതയില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയിൽ അത് നിയമപരമായി 2 തവണയിൽ കൂടുതൽ ഒരാൾക്ക് പ്രസിഡന്റ് ആകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഘട്ടത്തിൽ, ഈ രണ്ടാമത്തെ ടെന്നറിൽ അദ്ദേഹം മികച്ച ഒരു നീക്കങ്ങൾ നടത്തുമെന്നതിന് ആദ്യ തെളിവ് കൂടിയായ ഉത്തരവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പുറത്തു വന്ന ഉത്തരവുകളെല്ലാം തന്നെ ഇതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത് തീർത്തും അമേരിക്കൻ ജനതയുടെ മനസ്സറിഞ്ഞ് അവരുടെ വോട്ട് നേടി, അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വിജയം നേടി, 312 ഇലക്ട്രൽ വോട്ടുകൾ നേടി അദ്ദേഹം അധികാരത്തിൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആകുന്ന ഒരു സാഹചര്യത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിച്ച് ആ ജനതയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന വലിയൊരു കടമയും അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഭീകരവാദത്തോടുണ്ടാകുമെന്ന് ഇന്നലെ പ്രസംഗത്തിൽ തന്നെ, അതായത് അധികാരം ഏറ്റെടുക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെയുള്ള പ്രസംഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതും നടപ്പാക്കാനുള്ള നീക്കങ്ങൾ ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ചില നയപരമായതും അല്ലാതെയുമായ നിരവധിയായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെല്ലാം നടപ്പാക്കുമെന്ന കൃത്യമായ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ബൈഡൻ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു പല കാര്യങ്ങളിലും. അത് ഈ കുടിയേറ്റ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് ഇന്നിപ്പോൾ വാർത്തകളിൽ ഉടൻ തന്നെ, വൈകാതെ തന്നെ ഇന്നത്തെ വാർത്തകളിൽ വരാൻ, അല്ലെങ്കിൽ നമ്മളെല്ലാം തന്നെ വാർത്തകളായി നൽകാൻ സാധ്യതയുള്ള ഏറ്റവും സുപ്രധാനമായ വിഷയം അനധികൃത കുടിയേറ്റക്കാരുടെ കണക്കെടുക്കുന്നതിന് വേണ്ടി ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആ വിഭാഗത്തിന്റെ ചുമതലയുള്ള ടോം ഹോമൻ ഇന്നലെ തന്നെ 2 ദിവസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ടോം ഹോമന്റെ പ്രഖ്യാപനം നടപ്പാകുന്ന ദിവസം കൂടിയായിരിക്കും 2025 ജനുവരി 21 എന്ന കാര്യത്തിലും തർക്കമില്ല. ടോം ഹോമൻ അതിനുള്ള നീക്കങ്ങൾ നടത്തും എന്ന് തന്നെയാണ് അന്ന് പറഞ്ഞിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ജോ ബൈഡൻ നടത്തിയിരുന്ന നടപടി അനധികൃതമായി കുടിയേറിയെത്തിയവരെ അവിടെ അമേരിക്കയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്ന ഒരു നിലപാടായിരുന്നു. എന്നാൽ അനധികൃതമായി വിപ്ലവകരമായ ചില തീരുമാനങ്ങളോടുകൂടി തന്നെയാണ് ട്രംപ് അധികാരമേറ്റത്. മാത്രവുമല്ല, ബൈഡൻ ഭരണകൂടത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേക്ക് എത്തുന്നത് എന്ന് കൂടിയുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകരും അങ്ങനെയൊക്കെ തന്നെ പറയുന്നു. ഗണേഷ് കുമാർ പറയുന്നു, ഇനിയിപ്പോൾ ഭാരത അമേരിക്കൻ സുവർണകാലം എന്ന് പറയുന്നു. RK വൈകുണ്ഠം പറയുന്നു, തീവ്രവാദത്തെ സമഗ്രമായി ഉന്മൂലനം ചെയ്യാൻ കഴിയട്ടെ ഈ ട്രംപിൻ്റെ പുതിയ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ പുതിയ അധികാരവുമൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള കാലത്തെ രൂപപ്പെടുത്തട്ടെ എന്നാൽ ജോ ബൈഡനും ഭാരതവുമായി നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ലൊരു സൗഹൃദം അദ്ദേഹം പങ്കിട്ടിരുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളെല്ലാം നിർണായകമാണ്. ലോകം അമേരിക്കയെ വീക്ഷിക്കുകയാണ് അല്ലേ വിനോദ്? എന്തായാലും മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തുടരുകയാണ്. നമുക്ക് സഭാ സമ്മേളനത്തിൻ്റെ വാർത്തകളിലേക്ക് പോകാം. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പ്രതിരോധത്തിലായിരിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിൻ്റെ 3-ാം ദിനം. 13-ാം സമ്മേളനത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ആദ്യമായി സഭയിലെത്തുമ്പോൾ നന്ദിപ്രമേയ ചർച്ചയിൽ തീപാറും. ബ്രൂവറി വിവാദം, കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകൽ, വയനാട് DCC ട്രഷററുടെ ആത്മഹത്യ എന്നിവയെല്ലാം ഭരണപ്രതിപക്ഷ ആയുധങ്ങളായി മാറും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, നിയമസഭാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ നിരവധി വിഷയങ്ങൾ. ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ വലിയ അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ വായ അടക്കത്തക്ക നിലയിൽ വയനാട് DCC ട്രഷററുടെ ആത്മഹത്യ, പ്രത്യേകിച്ചും അവിടുത്തെ ഒരു MLA അതിൽ കുറ്റക്കാരനാണ് എന്നുള്ള നിലയിൽ ഉള്ള കേസും നടപടികളും ഒക്കെ നിൽക്കുന്നു, ആത്മഹത്യാക്കുറിപ്പ് നിൽക്കുന്നു. അപ്പോൾ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ നന്നായി കൊമ്പുകോർക്കുന്ന സമ്മേളനമാകും ഇന്നത്തേത് എന്ന് കരുതാം. അങ്ങനെയല്ലേ രശ്മി കാർത്തിക?
അതേ വിനോദ്, അങ്ങനെ തന്നെയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഏതാണ്ട് നിരവധി വിവാദങ്ങൾക്കിടയിൽപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 13ാം നിയമസഭാ സമ്മേളനം പുരോഗമിക്കുന്നത്. ആദ്യ ദിവസത്തെ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടിയാണ് തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം മുൻ പ്രധാനമന്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിനോടുള്ള അനുശോചനം രേഖപ്പെടുത്തിയ ദിവസമായിരുന്നു രണ്ടാം ദിവസം. ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനത്തിന്റെ 3ാം ദിവസമാണ്. ഇന്ന് മുതൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്കൊക്കെ നിയമസഭ വേദിയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. ഇന്നു മുതൽ വരുന്ന 3 ദിവസത്തേക്ക് പ്രധാന അജണ്ട ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ്. അത് ഈ വരുന്ന 3 ദിവസങ്ങളിലായിരിക്കും. പ്രധാനമായും ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാടുള്ള ഈ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായിട്ടുള്ള വിഷയമാണ്. ഇതിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തിയും സ്വകാര്യ കമ്പനിയെ വഴിവിട്ട് സഹായിക്കാനുള്ള നീക്കം ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായത്, സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്, ഇത് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരും. മാത്രമല്ല, ഈ കൂത്താട്ടുകുളത്തെ CPM-ന്റെ തന്നെ കൗൺസിലറെ പാർട്ടി തന്നെ തട്ടിക്കൊണ്ടുപോയ സംഭവം, ഇതൊക്കെ തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുമെന്നുള്ളതാണ്. അതേസമയം പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം ഉന്നയിക്കുന്ന പ്രധാനമായും DCC ട്രഷററുടെ ആത്മഹത്യയാണ്. അതിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രതികളാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയമായിരിക്കും ഇത്തരത്തിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭരണപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക. ഏതായാലും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ സഭാ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ, വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഇന്നു മുതൽ 3 ദിവസം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് പ്രധാന അജണ്ട. വിനോദ്. അതെ, തീർച്ചയായും സഭാ സമ്മേളനത്തിൽ നിരവധി വിഷയങ്ങൾ ഉയർന്നു വരും. പ്രത്യേകിച്ചും ബ്രൂവറി വിവാദങ്ങൾ നിലനിൽക്കുന്നു. പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ആ വിവാദം നിലനിൽക്കുന്നത്. മദ്യശാലയ്ക്കുള്ള അനുമതി, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ പ്രത്യേകിച്ചും വയനാട് DCC ട്രഷററുടെ ആത്മഹത്യ, അതേപോലെ തന്നെ കൗൺസിലറെ തട്ടിക്കൊണ്ട് പോയ വിഷയം, നിരവധി വിഷയങ്ങൾ സഭയിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് രശ്മി കാർത്തിക റിപ്പോർട്ട് ചെയ്യുന്നത്. CPM-നോട് പൂർണ്ണമായും ഇടഞ്ഞ മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് തന്നെ ഒതുക്കാൻ CPM ബോധപൂർവം ശ്രമിക്കുന്നുവെന്നാണ് ഗണേഷ് കുമാറിന്റെ വിലയിരുത്തൽ. KSRTC-യിലെ ശമ്പള വിതരണം സമയത്ത് നടത്താൻ ധനവകുപ്പ് പണം അനുവദിക്കാത്തതും കല്ലുകടിയായിട്ടുണ്ട്. ആചാര വിഷയത്തിൽ മുഖ്യമന്ത്രിയെ തിരുത്തിയതും അതൃപ്തി പ്രകടിപ്പിക്കാൻ തന്നെയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും മുന്നറിയിപ്പുമായി AICC നേതൃത്വം. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ KPCC അധ്യക്ഷ പദവിയും പ്രതിപക്ഷ നേതാവ് സ്ഥാനവും തെറിക്കുമെന്ന നിലപാട്. പുനഃസംഘടനയ്ക്കും യോജിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും തയ്യാറാകണമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ മുന്നറിയിപ്പ്. രശ്മി കാർത്തിക തുടരുന്നുണ്ട്. രശ്മി, കഴിഞ്ഞ ദിവസം KPCC യോഗത്തിൽ പോലും നമുക്ക് മനസ്സിലായത്, രാഷ്ട്രീയകാര്യ യോഗത്തിൽ പോലും നമുക്ക് മനസ്സിലായത്, നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഈ സുധാകരനും VD സതീശനുമായുള്ളൊരു തർക്കം അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് വളരെയധികം തിരിച്ചടിയായി മാറുമെന്നും, മാത്രവുമല്ല KPCC പുനഃസംഘടനയിൽ പോലും കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു തീരുമാനം വേണം, അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളെ പോലും നേരിടണമെങ്കിൽ ഈ നേതാക്കൾ തമ്മിലുള്ള തമ്മിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഇത് അവസാനിപ്പിക്കേണ്ട ഘട്ടമായിരിക്കുന്നു. ഇപ്പോഴല്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി നടത്തേണ്ടത് എന്നിങ്ങനെ നിരവധി വിമർശനങ്ങൾ വന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെ AICC-യുടെ മുന്നറിയിപ്പ് ഈ ഇരു നേതാക്കൾക്കും ലഭിച്ചിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും അത്തരത്തിലാണ്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പല നേതാക്കളുമായി, KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ പല നേതാക്കളുമായി ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതും ഓരോ നേതാക്കളെ പ്രത്യേകം വരുത്തിയാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം, ഇനി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് KPCC-യുടെ നേതൃസ്ഥാനത്ത് K സുധാകരൻ മതിയോ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്? ഈ രണ്ട് ചോദ്യങ്ങളാണ് ഓരോ നേതാക്കളെയും. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലാണ് ദീപാദാസ് മുൻഷി തുടരുന്നത്. അവിടേക്ക് ഓരോ നേതാക്കളെയും പ്രത്യേകം വിളിച്ചു വരുത്തിയാണ് ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൽ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ തേടിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു തമ്മിലടി വിഷയം ഈ കോൺഗ്രസിൽ ഇത് ആദ്യമായിട്ടല്ല, ഇത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന
ഒരു പ്രശ്നമാണ്. ഏത് വിഷയം എടുത്താലും ഈ തമ്മിലടിയാണ് മുന്നിൽ നിൽക്കുന്നത്. അത് രാഷ്ട്രീയകാര്യ സമിതിയിലും വലിയ രീതിയിലുള്ള വാക്പോരൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സ്ഥാനം തെറിക്കും, അത് KPCC പ്രസിഡന്റ് സ്ഥാനവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനവും തെറിക്കും, യോജിച്ച് മുന്നോട്ട് പോകണം, പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ ഒന്നിച്ച് പ്രവർത്തിക്കണം, അത് അല്ലെങ്കിൽ ഒരേ മനസ്സോടെ നിൽക്കണം എല്ലാ കാര്യങ്ങളിലും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ദീപാദാസ് മുൻഷി നൽകിയിരിക്കുന്നത്. ഇന്നും ചർച്ചകൾ തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വൈകുന്നേരത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ടും ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു സംയുക്ത വാർത്താ സമ്മേളനം K സുധാകരന്റെയും VD സതീശന്റെയും KPCCയിൽ വിളിച്ചു ചേർത്തിരുന്നു. രാവിലെ 10:30 ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത്. അതും ഈ ഐക്യം വിളിച്ചോതുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്നു വന്ന ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഐക്യം വിളിച്ചോതുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. പക്ഷേ ആ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നതായി അറിയിക്കുകയായിരുന്നു. ഒരു കോൺഗ്രസ് നേതാവ് രാഷ്ട്രീയകാര്യ സമിതി ചേർന്നതിന് ശേഷം തിരിച്ചു പോകവേ ഉണ്ടായ അപകടം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അപകടത്തിൽ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി പോകണം, അതുകൊണ്ട് വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് നേതാക്കൾ അറിയിച്ചത്. പക്ഷേ ഇന്നലെ ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനും മറ്റ് സമരത്തിൽ പങ്കെടുക്കാനും VD സതീശനും തിരുവനന്തപുരത്തുണ്ടാകുന്നു. ഇനി KPCC പ്രസിഡന്റ് K സുധാകരനാകട്ടെ കൊച്ചിയിലേക്ക് പോയത് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പം നേതാക്കളെല്ലാം തന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. രാവിലെ 10:30 വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. ഇവരുടെ അഭിപ്രായ ഭിന്നതയാണ് ഈ ഐക്യ വാർത്താ സമ്മേളനം പോലും, ഐക്യം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം പോലും മാറ്റിവെച്ചതിന്റെ കാരണമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ തമ്മിലടി തുടരുന്നൊരു സാഹചര്യത്തിലാണ് ഇരുവർക്കും ദീപാദാസ് മുൻഷി ഉൾപ്പെടെ ഉള്ള നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ദേവിക. അതെ, രാഷ്ട്രീയകാര്യ സമിതി തന്നെ വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. കാരണം കോൺഗ്രസിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഭരണപക്ഷത്തിനെതിരെ വലിയ ജനകീയ വികാരമുണ്ട്. മാത്രമല്ല വിനോദ്, ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപ് തന്നെ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു ചരട് വലി ഇപ്പോൾ പാടില്ല എന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കളെല്ലാം ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവർ തമ്മിലുള്ള ഒരു തമ്മിത്തല്ല് അത് വളരെ പരസ്യ പോരായി മാറിയ ഒരു സാഹചര്യം, മൈക്കിന് വേണ്ടിയുള്ള ഒരു തല്ല്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് ജനങ്ങൾ പോലും മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, KPCC പ്രസിഡന്റ് ഉണ്ട്, കേന്ദ്രത്തിൽ നിന്ന് നോക്കിയാൽ KC വേണുഗോപാലുണ്ട്, പിന്നെ K മുരളീധരനുണ്ട്. നേതാക്കൾ അങ്ങനെ ആ ഒരു കസേരയുടെ ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. പക്ഷെ അധികാരം കിട്ടിയിട്ട് വേണ്ടേ മുഖ്യമന്ത്രിയാവാൻ? ഒന്നിച്ചു നിൽക്കാതെ ആദ്യം മുഖ്യമന്ത്രിയെ പറ്റി സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് രാഷ്ട്രീയകാര്യ സമിതി പറയുന്നത്. ഈ രാഷ്ട്രീയകാര്യ സമിതിയിലും മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. എന്തായാലും നേതാക്കൾ ഒറ്റ സ്വരത്തിൽ പറയുന്നത് ഈ K സുധാകരനും VD സതീശനും തമ്മിലുള്ള ഈ തർക്കം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ്. കാരണം അത് കഴിഞ്ഞ ദിവസവും മുഴങ്ങിക്കേട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് AICCയുടെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റു വാർത്തകളിലേക്ക് കൂടി എത്തുമ്പോൾ CPM-നോട് പൂർണ്ണമായും ഇടഞ്ഞ് മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് തന്നെ ഒതുക്കാൻ CPM ബോധപൂർവം ശ്രമിക്കുന്നുവെന്നാണ് ഗണേഷ് കുമാറിന്റെ വിലയിരുത്തൽ. KSRTCയിലെ ശമ്പള വിതരണം സമയത്ത് നടത്താൻ ധനവകുപ്പ് പണം അനുവദിക്കാത്തതും കല്ലുകടിയാണ്. ആചാര വിഷയത്തിൽ മുഖ്യമന്ത്രിയെ തിരുത്തിയതും അതൃപ്തി പ്രകടിപ്പിക്കാൻ തന്നെയാണ്. വിവരങ്ങളുമായി S. ശാലിനി ചേരുന്നു. ശാലിനി, ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് ഇത്ര കൃത്യമായ മറുപടി, അതിന് അങ്ങനെയല്ല നിലപാട്, കൃത്യമായി അതിന് വിരുദ്ധമായ നിലപാട് പറഞ്ഞ ഒരു മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. പ്രത്യേകിച്ചും ആചാര അനുഷ്ഠാന വിഷയങ്ങളിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പറഞ്ഞ സനാതനധർമ്മത്തെ പറ്റിയുള്ള അഭിപ്രായത്തിലൊക്കെ തന്നെ NSSൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമാണ് KB ഗണേഷ് കുമാർ പറഞ്ഞത്. അതുമാത്രമല്ല, നേരത്തെ ഈ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ തന്നെ KSRTCയിൽ കൃത്യമായി പണം അനുവദിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹത്തിന് പരാതിയുണ്ട്. പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെ ഒതുക്കാൻ CPM ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം അസന്തുഷ്ടനാണ്. അങ്ങനെ തന്നെയല്ലേ ശാലിനി? വിനോദ അത്തരത്തിൽ തന്നെയാണ്. കാരണം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം, കേരള കോൺഗ്രസ് BA സംബന്ധിച്ചിടത്തോളം പത്തനാപുരം മണ്ഡലം അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ്. പലതവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും പാർട്ടി വിട്ട് CPM-നൊപ്പം നിന്നപ്പോഴും വലിയ ഭൂരിപക്ഷത്തിൽ KB ഗണേഷ് കുമാറിനെ വിജയിപ്പിച്ചൊരു മണ്ഡലം കൂടിയാണ് പത്തനാപുരം. സ്വാഭാവികമായും അതേ പത്തനാപുരത്ത് നിന്നൊരു മറ്റൊരു മന്ത്രി കൂടി മന്ത്രിസഭയിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. KN ബാലഗോപാൽ കൊട്ടാരക്കര മണ്ഡലമാണ് എങ്കിൽ പോലും പത്തനാപുരത്തുകാരനാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം നടന്ന ചില ഉദ്ഘാടന ചടങ്ങിലടക്കം CPM KB ഗണേഷ് കുമാറിനെ
നിർത്തിക്കൊണ്ട് അവിടെ കെ എൻ ബാലഗോപാലിനെ എത്തിച്ചതാണ് ഈ ഒരു പരസ്യ പ്രതികരണത്തിലേക്കും പരസ്യ പൊട്ടിത്തെറിയിലേക്കും ഒക്കെ ഈ ഒരു പ്രശ്നം എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മണ്ഡലത്തിൽ പലയിടങ്ങളിലും പല കാര്യങ്ങളിലും കെ വി ഗണേഷ് കുമാറിനെ CPM ഒതുക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് പല ഘട്ടങ്ങളിലും കെ വി ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളിലും പരാമർശങ്ങളിലും മുഖ്യമന്ത്രി അടക്കമുള്ളവരെ വിമർശിക്കുകയും തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ കെ വി ഗണേഷ് കുമാർ ചെയ്തിരുന്നു. അതൃപ്തി അടക്കം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം വിശ്വാസമുള്ളവർ മാത്രം ക്ഷേത്രത്തിൽ പോയാൽ മതി, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അനുസരിക്കാൻ ഉള്ളവർ മാത്രം ക്ഷേത്രത്തിലേക്ക് പോയാൽ മതി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ഈ സനാതന ധർമ്മ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ പ്രതികരണത്തിന് കെ വി ഗണേഷ് കുമാർ മറുപടി നൽകിയൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് നടന്ന ഒരു ഉദ്ഘാടന ചടങ്ങിലും കെ വി ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തി കെ എൻ ബാലഗോപാലിനെ അവിടെ എത്തിക്കാൻ ശ്രമം നടത്തിയത്. പ്രത്യേകിച്ച് ധനവകുപ്പും KSRTC തമ്മിൽ, ഗതാഗത വകുപ്പും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിമർശനവും പ്രതികരണങ്ങളും ഒക്കെ മറനീക്കി പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. KSRTCയിലെ ശമ്പളം, പെൻഷൻ അടക്കമുള്ള വിതരണത്തിന് കോടികൾ പല ഘട്ടങ്ങളിലും KSRTC ആവശ്യപ്പെട്ടിട്ടും ധനവകുപ്പ് നൽകുന്നില്ല എന്നൊരു വിമർശനം സ്വാഭാവികമായുമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ധനമന്ത്രിയെ തന്നെ ആ മണ്ഡലത്തിലേക്ക് ഇറക്കുകയും തന്നെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കെ വി ഗണേഷ് കുമാർ എത്തുകയും ചെയ്തിട്ടുള്ളത്. പല ഘട്ടങ്ങളിലും CPM-നൊപ്പം ചേരുന്നതിന് മുൻപ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിച്ച ഒരാളാണ്. CPM-നോടൊപ്പം ചേർന്നിട്ടും കെ വി ഗണേഷ് കുമാർ പല കാര്യങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അത് CPM-നുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷമായി കെ വി ഗണേഷ് കുമാർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതൊക്കെ മറന്നീക്കി പുറത്തേക്ക് വരികയാണ്. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും വിമർശനങ്ങളിലേക്കും കാര്യങ്ങൾ പോകുമ്പോൾ പാർട്ടി അതിനെ എങ്ങനെ കാണുമെന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിലെ ഈ ഒരു വിമർശനങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഒക്കെ തന്നെ ഒരു രീതിയിലും തടയിടാൻ കെ വി ഗണേഷ് കുമാറെ അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ കെ വി ഗണേഷ് കുമാർ പറയും പോലെ തന്നെ ഒതുക്കുന്നു എന്നുള്ള കാര്യങ്ങളിൽ ഇടപെടാനോ CPM-ന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്നാലും അത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ വഴിവെക്കും എന്നതിൽ സംശയമില്ല വിനോദ്. തീർച്ചയായും കെ വി ഗണേഷ് കുമാറിൻ്റെ നിലപാട് CPM-ന് തലവേദനയാവുന്നുണ്ട്. അതുകൊണ്ട് ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ധനമന്ത്രിയെ പങ്കെടുപ്പിച്ച് പത്തനാപുരത്ത് മാത്രവുമല്ല ഒരു രാഷ്ട്രീയ മാറ്റം തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളിൽ പോലും ഇപ്പോൾ ആശങ്കയുണ്ട്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അത് പുത്തരിയല്ല. കാരണം UDF-ൽ നിന്നാലും LDF-ൽ നിന്നാലും പത്തനാപുരത്ത് നിന്ന് ജയിച്ച് കാണിക്കുന്ന ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. പിന്നെ അത് കോൺഗ്രസിൽ മാത്രമല്ല CPM-ലും ചില പൊട്ടിത്തെറികൾ ഇപ്പോൾ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായപരിധിയിൽ വീണ്ടും ഇളവ് നൽകണമെന്ന പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകത്തെ കൊണ്ട് ആവശ്യം ഉന്നയിക്കാൻ ചരടുവലികൾ മുറുകുന്നു. ഇതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യരായവർ പാർട്ടിയിൽ വേറെയില്ല എന്ന ആക്ഷേപത്തിനാകും ഈ നീക്കം കാരണമാകുക എന്ന അഭിപ്രായവും സംസ്ഥാന നേതാക്കളിൽ പലർക്കുമുണ്ട്. പ്രായപരിധി കർശനമാക്കിയാൽ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താൻ MA ബേബിക്ക് സഹായമാകുമെന്നതും പിണറായി പക്ഷത്തെ അസ്വസ്ഥമാക്കുകയാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം CPM-ൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രായപരിധിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം എന്തിനാണ് ഒരു ഇളവ് എന്നൊരു ചോദ്യവും കൂടി പാർട്ടിക്കുള്ളിൽ തീർച്ചയായും ഉണ്ടായിരിക്കുമല്ലോ. കാരണം MP ഗോവിന്ദനും മുഖ്യമന്ത്രിയും ചേർന്ന് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള വിവാദങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു നീക്കവും കൂടി നടന്നിരിക്കുന്നത്, അല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണ്, അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇത്തരം ചില തീരുമാനങ്ങൾ പാർട്ടി കൈക്കൊള്ളുന്നത്. അത് മുന്നോട്ട് വെച്ചതും പിണറായിയാണ്. പിണറായി അത് ചിലരെ, തന്നേക്കാൾ വെന്നു പോകുന്ന ചിലരെ ഒതുക്കുന്നതിനും മറ്റു ചിലരെ വളർത്തുന്നതിനും എല്ലാം ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമായിരുന്നു അത്. അതിൻ്റെ ഭാഗമായി 3 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, 2 തവണ അടുപ്പിച്ച് ജയിച്ചവരെ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കേണ്ട, 75 വയസ്സ് കഴിഞ്ഞവർക്ക് വിശ്രമം. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ നിലവിൽ മന്ത്രിയായിരുന്നവരെ ആരെയും അടുത്ത മന്ത്രിസഭയിൽ പരിഗണിക്കേണ്ട. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം പിണറായി ആദ്യഘട്ടത്തിൽ തന്നെ പ്രായത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ന പേരിൽ ഇളവ് നേടി. അതോടൊപ്പം തന്നെ ഒരു തുടർഭരണം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി മാറേണ്ടതില്ല എന്ന ഒരു തീരുമാനം കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ വീണ്ടും പ്രായത്തിന്റെ പേരിൽ ഇളവ് നേടിക്കൊണ്ട് മുഖ്യമന്ത്രിയായി തുടരാനും അടുത്ത തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുമുള്ള ഒരു നീക്കം ശക്തമാകുന്നത്. ഇതിനെതിരെയാണ് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ
അടക്കം വലിയ അമർഷമുള്ളത്. പക്ഷേ അവർ എത്രത്തോളം അതിൽ ധൈര്യമായി പാർട്ടി കോൺഗ്രസിൽ ഒരു നിലപാടെടുക്കും എന്നത് നിർണായകമാണ്. ഇപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത് ജ്യോതി ബസു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറി ബുദ്ധദേവ് ഭട്ടാചാര്യ വന്നപ്പോൾ ബംഗാളിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു. ആദ്യ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിൽ പോലും അത് തുടരാൻ സാധിച്ചില്ല. അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ പറ്റുന്ന നേതൃത്വം എന്ന നിലയിൽ പിണറായിയെ മുന്നോട്ട് വെക്കണം എന്ന അഭിപ്രായമാണ് പിണറായി ഭക്തരിലെ പിണറായി പക്ഷത്തുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഒരു പുതുതലമുറ ഉയർന്നു വരാനും ഇല്ലെങ്കിൽ അത്തരം കഴിവുള്ളവർ മുന്നോട്ട് പോകാനുമുള്ള ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ടും പാർട്ടിയിൽ മറ്റാരും യോഗ്യരല്ല എന്ന ഒരു സന്ദേശം നൽകുന്ന തരത്തിൽ പിണറായിയെ മാത്രം ആശ്രയിച്ചു പോകുന്നത് പാർട്ടിക്ക് അഭികാമ്യമല്ല എന്ന ഒരു അഭിപ്രായമാണ് പലരിൽ നിന്നും ഉയരുന്നത്. എന്നാൽ അതിനെ ശക്തമായി മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു വലിയ വെല്ലുവിളിയും പിണറായിക്ക് മുന്നിലുണ്ട്. കാരണം പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മാണിക് സർക്കാർ അടക്കമുള്ള പിണറായി വിജയൻ അടക്കമുള്ള പ്രായത്തിൻ്റെ പരിധിയിൽ PBയിൽ നിന്നും മാറേണ്ടി വന്നാൽ അടുത്ത പാർട്ടി ജനറൽ സെക്രട്ടറി എന്നതിൽ ഒരു ചോദ്യവുമില്ലാതെ MA ബേബി വരും. MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആകുകയും പിണറായി PBയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്താൽ കേരളത്തിലെ പാർട്ടി സ്വാഭാവികമായും പിണറായി യുഗത്തിനും പിണറായി പക്ഷത്തിൻ്റെയും ഒരു അന്ത്യത്തിന് അത് കാരണമാകുമെന്ന വലിയ ഒരു ആശങ്ക കൂടി പിണറായി പക്ഷത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള പിണറായിയുടെ ഒരു പരാമർശത്തെക്കുറിച്ച് വിമർശിച്ചതോടെ MA ബേബിയും പിണറായിയും ഏറെക്കുറെ പൂർണ്ണമായും അകന്ന ഒരു സാഹചര്യമാണ്. ഇതേ സാഹചര്യത്തിൽ MA ബേബിയുടെ ശിഷ്യരായി P രാജീവിനെ പോലെ നിരവധി പേർ പാർട്ടിയുടെ ഉന്നത ഘടകങ്ങളിലും നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലെ ഇനി മുന്നോട്ട് ആര് നയിക്കും എന്നതിനെ ചൊല്ലിയുള്ള ഒരു വലിയ തർക്കമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ആ നീക്കങ്ങളെ അതിൽ പിണറായിക്ക് ഒരു കോട്ടവും തട്ടാതിരിക്കാനുള്ള നീക്കം ഇപ്പോഴേ മുന്നോട്ട് വെക്കുന്നത്. അതിൽ പാർട്ടി സംസ്ഥാന ഘടകം പാർട്ടി കോൺഗ്രസിൽ പിണറായി തുടരണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതിന് അവിടെ അംഗീകാരം ലഭിക്കുമെന്ന ഉറപ്പാണ് നിലവിൽ പലരുമായും സംസാരിച്ചുണ്ടാക്കിയിട്ടുള്ള ധാരണ. ഇതിന് വലിയ വീഴ്ച വരണമെങ്കിൽ മറു അഭിപ്രായം പറയാൻ തക്ക ധൈര്യം ആരെങ്കിലും കാണിക്കണം. അങ്ങനെ കാണിച്ചാൽ പാർട്ടിയിൽ ഒരു തിരുത്തലിൻ്റെ സാധ്യത മുന്നോട്ട് വരും. ഇതേ സമയം തന്നെ പിണറായി ഇപ്പോൾ 4 പാർട്ടി ഘടകങ്ങളിലാണുള്ളത്. പാർട്ടി PBയിലുണ്ട്, കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട്, സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഒഴിവാക്കണം. ഇപ്പോൾ നമുക്കറിയാം G സുധാകരനെ പോലുള്ള കഴിവുള്ള നേതാക്കളെ ഈ പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് മാത്രമാണ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. അതേ മാനദണ്ഡം തന്നെയാണ് പിണറായിയുടെ കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. അതിനെ എന്തിന് ചിലർ ഭയക്കുന്നു എന്നത് തന്നെ ഒരു വലിയ ചോദ്യമാണ്. അത് ഇടപെടലിൻ്റെ ഭാഗമാണ്. അത്തരം ഒരു നീക്കം നടത്തുമ്പോൾ വേണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായി വെച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയായി തുടരാനും സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായി വെച്ചുകൊണ്ടും മുഖ്യമന്ത്രിയായി തുടരാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇത്തരം ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ മൂന്നാമതും മുഖ്യമന്ത്രിയായി പിണറായി തന്നെ മത്സരിക്കണം എന്ന ഒരു നിർദ്ദേശത്തിലേക്കാണ് അത്തരം ഒരു നിർദ്ദേശം പാർട്ടി കോൺഗ്രസിലടക്കം കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിനെ ചെറുക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ എന്നതാണ് ഇനിയും കാത്തിരുന്ന് കാണേണ്ടതും. ദേവിക. അതെ, തീർച്ചയായും പൂച്ചയ്ക്കാര് മണികെട്ടും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ പ്രായത്തിൻ്റെ ഇളവ് വരുമ്പോൾ MA ബേബി ആ ഇളവിൽ കൂടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയാൽ അതും പിണറായി പക്ഷത്തിന് സഹിക്കാനാവില്ല. MA ബേബിയെ വെട്ടുകയും വേണം, പിണറായിയെ നിലനിർത്തുകയും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തന്ത്രത്തിനായിരിക്കുമല്ലോ അവർ ഇപ്പോൾ കോപ്പുകൂട്ടുക. സുധീഷ്. വിനോദ്, അങ്ങനെ തന്നെയാണ്. കാരണം PBയിൽ നിന്ന് പിണറായി ഒഴിവാകുന്ന ഒരു സാഹചര്യത്തിൽ MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആയി ഇപ്പോൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു PB അംഗം തന്നെയാണ് MA ബേബി. MA ബേബി ഇപ്പം പ്രകാശ് കാരാട്ടിന് നൽകിയ ആ ഏകോപന ചുമതല സത്യത്തിൽ MA ബേബിക്ക് ലഭിക്കേണ്ടതായിരുന്നു. അത് വളരെ ബുദ്ധിപൂർവ്വം പിണറായിയുടെ ഇടപെടലിലൂടെയാണ് അതിനെ പ്രകാശ് കാരാട്ടിനെ തന്നെ വെച്ചത്. അതും പ്രകാശ് കാരാട്ട് 75 വയസ്സ് കഴിഞ്ഞ് 76 വയസ്സുണ്ട് പ്രകാശ് കാരാട്ടിന്. എന്നിട്ടും അത്തരം ഒരു ചുമതല പ്രകാശ് കാരാട്ടിനെ ഏൽപ്പിക്കുമ്പോൾ അവിടെയും ഇത്തരം ഇളവ് നൽകിക്കൊണ്ട് തന്നെയാണ് ഒരു തീരുമാനമെടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം പിണറായിക്ക് ദോഷം വരാത്ത എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഇളവുകളും നൽകുകയും ദോഷം വരുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കർശനമായി അത് നടപ്പാക്കുകയും ചെയ്യും. ഇപ്പം നമുക്കറിയാം സുരേഷ് കുറുപ്പിനെ പോലുള്ളവരെയൊക്കെ ഈ പ്രായത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് തന്നെയാണ് ഒഴിവാക്കുന്നത്. അത്തരം ഓരോ കഴിവുള്ളവരെയും എതിർ ചേരിയിലുള്ളവർ ഇല്ലേ തനിക്ക് എതിരെ അഭിപ്രായം പറയുന്നവരാണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ഭീഷണിയാവുന്നവരാണെങ്കിൽ അവരെ ഒഴിച്ചു നിർത്താൻ ഇത് ഉപയോഗിക്കുക. മറുപക്ഷത്തെ സംരക്ഷിച്ച് നിർത്തേണ്ടവരെ സംരക്ഷിക്കാൻ ഇളവ് നൽകുക എന്നത് തന്നെയാണ് ഇതിലെ പ്രധാന നയം. ആ നയത്തിലൂടെ MA
ബേബിയെ പാർട്ടി ജനറൽ സെക്രട്ടറി ആവാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പ്രകാശ് കാരാട്ടിനോ ഇല്ലെങ്കിൽ വൃന്ദ കാരാട്ടിനോ ഇതിൽ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഇളവ് നൽകിക്കൊണ്ട് ജനറൽ സെക്രട്ടറി ആക്കുകയും മുഖ്യമന്ത്രി ഇവിടെ തുടർഭരണം കേരളത്തിൽ മാത്രമാണ് CPM-ന് അധികാരമുള്ളത് എന്നത് മുൻനിർത്തിക്കൊണ്ട് പിണറായി തന്നെ അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടതുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് PBയിൽ തുടരാനുള്ള ഒരു ഇളവ് പിണറായിക്കൂടെ നൽകുക എന്നതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ പാർട്ടിയിൽ CPM-ൽ ജനറൽ സെക്രട്ടറിയേക്കാൾ വലിയ അധികാര കേന്ദ്രമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പിണറായിക്കുള്ളത്. ഇപ്പം നമുക്കറിയാം, ആലപ്പുഴ സമ്മേളനത്തിൽ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരെ ഒരു സൈഡാക്കി നിർത്തിക്കൊണ്ട് പൂർണ്ണമായും അതിൻ്റെ ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായ പൊതുസമ്മേളനവും എല്ലാം അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രിയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം PB അംഗം MA ബേബി അടക്കം ഒരു വാക്കുപോലും സംസാരിക്കാതെ സൈഡിലിരിക്കുന്ന ഒരു സാഹചര്യം. അഭിവാദ്യ പ്രസംഗം എന്നൊരു വലിയ ഇതുണ്ട്. പുതിയ കമ്മിറ്റി എടുത്തു കഴിഞ്ഞാൽ അവരെ അഭിവാദ്യം ചെയ്യുക, പ്രതിനിധികളെ അഭിവാദ്യം ചെയ്യുക. അതിൽ പോലും MA ബേബിയെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നില്ല. അപ്പം അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു സ്വാധീനം പിണറായിക്കുള്ളത് കൊണ്ട് തന്നെ ഏത് രീതിയിലാവും ഇത് നടപ്പാക്കുക. ആ പ്രായത്തെക്കുറിച്ചുള്ള മാനദണ്ഡങ്ങളെല്ലാം മറക്കുന്നു. മാത്രവുമല്ല, സ്തുതിഗീതങ്ങൾ പാടുമ്പോൾ മറ്റുള്ളവരെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പുകഴ്ത്തി പാടുന്നത് ക്ഷമയോടെ ആസ്വദിച്ച് കേട്ടിരിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകൻ മുരളീധരൻ P പറയുന്നത് പിണറായി തന്നെ തുടരട്ടെ, കേരളം കഷ്ടപ്പെടണമെങ്കിൽ പിണറായി തന്നെ തുടരട്ടെ എന്നുള്ള അഭിപ്രായമാണ് പ്രേക്ഷകരും പുലർത്തുന്നത്. ശരി, മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ മലപ്പുറം എടപ്പാളിന് സമീപം മാണൂരിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 30ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ശിവദാസ് കന്മനം ചേർന്നുണ്ട്. ശിവദാസ്, വളരെയധികം ദുഃഖവാർത്തയാണ് ഇന്ന് രാവിലെ മലപ്പുറത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഇത്രയോളം പേർ സഞ്ചരിച്ച വാഹനം KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് മലപ്പുറം എടപ്പാളിന് സമീപം മാണൂരിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത്. KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഈ ഭാഗത്ത് റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ വളവും ഉണ്ടായിരുന്നു. ഈ വളവിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വരുന്നതായിരുന്നു ടൂറിസ്റ്റ് ബസ്. ഇത് തമ്മിൽ കൂട്ടി ഇടിക്കുകയായിരുന്നു. നിലവിൽ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് പ്രാഥമിക ചികിത്സ നൽകി അവരെ വിട്ടയച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഏകദേശം 3 മണിയോടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. ശിവദാസ്, ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണോ ഈ അപകടത്തിന് കാരണമായത്, അതോ ഈ ബസ്സുകളുടെ അമിത വേഗതയാണോ? ഇന്ന് പുലർച്ചെ ആയിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലൈറ്റിന്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു. ഇവിടെ വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ ഒരു വളവ് കൂടി ആയിരുന്നു. ഈ വളവിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. പ്രത്യേകിച്ച് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് കൂടുതൽ വാഹനങ്ങളൊന്നും തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബസ്സുകൾ അത്യാവശ്യം വേഗത്തിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. പക്ഷെ വളവിൽ വെച്ചായതുകൊണ്ട് തന്നെ ബസ്സുകൾ തമ്മിൽ കണ്ടിരുന്നില്ല. ഇങ്ങനെ KSRTC ബസ് മറ്റൊരു ചെറിയ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തിന് ഇടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിച്ച വിവരം. ശരി, എന്തായാലും ആശ്വാസ വാർത്ത തന്നെയാണ്. കാരണം ഇത്രത്തോളം പേർ സഞ്ചരിച്ച വാഹനങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത്. പക്ഷേ അവരുടെ എല്ലാം ആരോഗ്യ നിലയിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, തൃപ്തികരമാണ് എന്നറിയുന്നത് വളരെയധികം സന്തോഷം. പക്ഷേ വിനോദ്, നമ്മുടെ നാട്ടിലെ റോഡുകൾ വളരെയധികം അപകടകരമായി മാറുന്നൊരു സാഹചര്യമാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ അമിത വേഗത, അങ്ങനെ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും വാഹനങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു വീഴ്ച തന്നെയാണ്. അത് തന്നെയാണ്, എല്ലാ ദിവസവും അപകട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതും വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കോഴിക്കോട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പുനരധിവാസ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി BJP. മന്ത്രിതല ചർച്ചയിൽ സ്വീകരിച്ച തീരുമാനം നടപ്പിലാക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള കോടിക്കണക്കിന് രൂപ വിലങ്ങാടുള്ള ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉപയോഗിക്കാൻ തയ്യാറാവുന്നില്ല എന്നും രമേശ് കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിലങ്ങാട് വികസനമൊന്നും നടക്കുന്നില്ല. അവിടുത്തെ ജനങ്ങൾ നിരവധി തവണ പ്രകടമായി സമരത്തിലേക്ക് വന്നതാണ്. റവന്യൂ അധികാരികൾക്ക് മുമ്പിൽ, റവന്യൂ ഓഫീസുകൾക്ക് മുമ്പിൽ, പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിൽ ഒക്കെ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ
BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നതും അതാണ്, MD രമേശ് പറയുന്നതും അതാണ്. കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലുണ്ട്. ഒരു രൂപ പോലും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി മുടക്കുന്നില്ല. വിലങ്ങാടുള്ളവർ ആ ഉരുൾപൊട്ടലിൻ്റെ ദുരിതക്കയത്തിൽ നിന്നും ഇതുവരെയും കരകയറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ അനഘ? തീർച്ചയായും ഒരു ജീവിതത്തിൽ സ്വരുക്കൂട്ടിയ സർവ്വതും ഉരുളെടുത്തു പോയ ഒരു ജനതയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത്, അവിടുത്തെ ഭരണകൂടം കാണിക്കുന്നത് തികഞ്ഞ അവഗണനയാണ്, ക്രൂരതയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാസങ്ങൾ കഴിഞ്ഞു ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടും ഇന്ന് വരെ ഒരു രീതിയിലുള്ള സഹായം ആ ജനതയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ്. സർക്കാരിന്റെ കണക്ക് പ്രകാരം തന്നെ 13 കോടിയിലധികം നഷ്ടം വിലങ്ങാട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ വിലങ്ങാടിനെ സംബന്ധിച്ച് അതൊരു മലയോര പ്രദേശമാണ്. കർഷകരാണ് ആ ഭാഗത്ത് ഏറ്റവും അധികം ഉള്ളത്. എന്നിട്ടും സർക്കാർ അന്ന് ഈ കർഷകർക്കായിട്ടുള്ള പാക്കേജ് പ്രഖ്യാപിച്ചത് വെറും 11 കോടിയുടെ പാക്കേജാണ്. ഇതിൽ നിന്ന് തന്നെ സർക്കാർ ഏത് രീതിയിലാണ് വിലങ്ങാട്ട ജനതയെ കാണുന്നത് എന്നത് തന്നെ വ്യക്തമാണ്. 100-ലധികം സ്ഥലങ്ങളിൽ വിലങ്ങാട്ട് ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്ന് സർക്കാർ തന്നെ പറയുന്നുണ്ട്. ആ രീതിയിലേക്ക് വിലങ്ങാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വിലങ്ങാട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ അവശേഷിപ്പുകളാണ്, പൊട്ടിയ പാലമാണ്, തകർന്ന റോഡുകളാണ്. ഇതൊന്നും തന്നെ ഒരു രീതിയിലുള്ള പുനരുദ്ധരിക്കാനോ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കാനോ ഉള്ള ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അവിടുത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും സങ്കടകരം. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വിലങ്ങാട് എല്ലാം നഷ്ടപ്പെട്ട് വീടൊക്കെ തന്നെ ഒലിച്ചു പോയ ഒരു കുടുംബം, അവർ വാടക വീട്ടിലായിരുന്നു. വാടക കൊടുക്കാൻ ഗതിയില്ലാത്തത് കൊണ്ട് ആ വാടക കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരന്തരം വിലങ്ങാട്ട ജനത ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ മന്ത്രിതല ചർച്ചയിലടക്കം വിലങ്ങാട് 53 പേർക്ക് കൃത്യമായി തന്നെ അവരുടെ വീട് നഷ്ടപ്പെട്ടിരുന്നു എന്ന് സർക്കാർ കണ്ടെത്തിയിരുന്നു. ഇവർക്ക് 15 ലക്ഷം രൂപ അനുവദിക്കുമെന്നും വീട് വെച്ച് നൽകുമെന്നൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ചേർന്ന ചർച്ചയിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആ രീതിയിൽ ഒരു രീതിയിലുള്ള ഈ വിലങ്ങാട്ട ജനതയ്ക്ക് ഒരു സഹായവും സർക്കാർ നൽകുന്നില്ല എന്നതാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ദിവസം തന്നെ മുഖ്യമന്ത്രിയും 5 മന്ത്രിമാരടക്കം ചീഫ് സെക്രട്ടറി അടക്കം ഈ വിലങ്ങാട്ട് ഈ പ്രദേശത്ത് കൃത്യമായി തന്നെ സന്ദർശനം നടത്തിയിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വയനാട് നൽകുന്ന അതേ സഹായം തന്നെ ഈ വിലങ്ങാടിന് നൽകുമെന്നാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ വയനാടിനോട് ഏത് രീതിയിലാണോ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണന, അതേ രീതി തന്നെ വിലങ്ങാടിനോടും തുടരുകയാണ് എന്നതാണ്. ഈ വിലങ്ങാട്ട് ഇപ്പോഴത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ജീവിക്കാൻ ഒരിടം അത് കണ്ടെത്തുക എന്നതാണ്. അതിന് പല സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട് കൃത്യമായി അവർക്ക് വീട് വെച്ച് നൽകാൻ. പക്ഷെ എവിടെ വീട് വെച്ച് നൽകും? അതിനുള്ള സ്ഥലം അത് കണ്ടെത്തി തരാൻ മാത്രമാണ് സർക്കാരിനോട് പറയുന്നത്. അതിനുള്ള മാനസികാവസ്ഥ പോലും സംസ്ഥാന സർക്കാർ കാണിക്കുന്നില്ല എന്നതാണ്. കൃത്യമായി തന്നെ പറഞ്ഞാൽ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നൊരു ന്യായം കൂടി അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി അവർ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിച്ചിരിക്കുന്ന തുക. ആ തുക എന്തുകൊണ്ട് വിലങ്ങാട്ടെ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി ചിലവാക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ BJP അടക്കമുള്ള സംഘടനകൾ ഇടപെടുന്നതും വിലങ്ങാട്ട ജനതയുടെ പ്രശ്നം അത് കൃത്യമായി തന്നെ അഡ്രസ് ചെയ്യപ്പെടുന്നതും ഒക്കെ തന്നെ ഇത്തരം BJP അടക്കം സംഘടനകളുടെ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിലങ്ങാട്ട ജനത ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ കൃത്യമായി തങ്ങൾ സമരവുമായി തന്നെ മുന്നോട്ട് പോകും എന്നുകൂടി ആ ജനത പറയുന്നുണ്ട്. കാരണം അവരുടെ അടിസ്ഥാനപരമായ അവർക്ക് അർഹതപ്പെട്ട ഒരു ആനുകൂല്യവും ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ആ ജനത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഈ ഉരുൾപൊട്ടിയ സമയത്തൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കിണറും മറ്റ് ജലസ്രോതസ്സുകളൊക്കെ തന്നെ നശിച്ചു പോയിട്ടുണ്ട്. ഇനി ഒരു വരാൻ പോകുമ്പോൾ അവർ ഏറ്റവും അധികം നേരിടുന്ന പ്രശ്നം കുടിവെള്ള പ്രശ്നം തന്നെയാണ്. അത് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. മൈലുകൾ ദൂരം നടന്നുപോയി വേണം കുടിവെള്ളം എടുക്കേണ്ട ഒരു സാഹചര്യം ആ ജനതയ്ക്കുണ്ട്. അങ്ങനെ നിരന്തരം അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും ആ ജനത ജീവിക്കുന്നത്. സർവ്വതും ഉരുളെടുത്തു പോയ ഒരു ജനതയാണ്. അതിന്റെ വേദനയുണ്ട്, ഉറ്റവർ നഷ്ടപ്പെട്ടവരാണ്. അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ കൂടി ഒരു ജനതയോട് ഈ രീതിയിലുള്ള അവഗണന കാണിക്കുന്നത്. തീർച്ചയായും കോഴിക്കോട് വിലങ്ങാടുള്ള ജനങ്ങൾ ഉരുൾപൊട്ടലിൻ്റെ എല്ലാ ദുരിതവും അനുഭവിക്കുന്ന ഒരു സമൂഹം. അവർക്ക് അല്പം കുടിവെള്ളം കൊടുക്കാൻ പോലും സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല, സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ള ദയനീയ സ്ഥിതിയാണുള്ളത്. MD രമേശ് അടക്കമുള്ള നേതാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് മലമ്പുഴ ഡാമിൽ നിന്നും അനധികൃതമായി മദ്യനിർമ്മാണ ശാലയ്ക്ക് വേണ്ടി
വെള്ളം നൽകുക എന്ന് പറയുന്നത്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് പങ്കുവയ്ക്കാനുള്ളത്. മലമ്പുഴ ഡാമിൽ നിന്നും വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാനാവില്ലെന്ന മലമ്പുഴ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട്. മദ്യനിർമ്മാണ കമ്പനിക്ക് ഡാമിൽ നിന്നും വെള്ളം നൽകാൻ സർക്കാർ ഒരുങ്ങുമ്പോഴാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 2017 കളക്ടർക്ക് നൽകിയ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ചെളിയും എക്കലും അടിയുന്നത് മൂലം ഓരോ വർഷവും 28.26 ദശലക്ഷം ഘനമീറ്റർ സംഭരണ ശേഷി കുറയുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. അരുൺ ആലത്തൂർ ചേരുന്നു പാലക്കാട് നിന്ന്. അരുൺ, നമുക്കറിയാം ജനങ്ങൾക്ക് കുടിക്കാൻ ലഭ്യമാക്കേണ്ട വെള്ളം അല്ലെങ്കിൽ കൃഷി ആവശ്യത്തിന് നൽകേണ്ട വെള്ളമാണ് ഇത്തരത്തിൽ അനധികൃതമായി മദ്യ നിർമ്മാണശാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 2017 കളക്ടർക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ജനം TV പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്നു, ഈ സംഭരണ ശേഷി കുറഞ്ഞു വരുന്നൊരു സാഹചര്യം കൂടി ഇതിനുള്ളത് കൊണ്ട് തന്നെ വെള്ളം നൽകാനാകില്ല എന്ന് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലാകുന്നില്ലേ അരുൺ? കാരണം കഴിഞ്ഞ ദിവസം അരുൺ തന്നെയാണ് മന്ത്രി MP രാജേഷിനോട് ഈ വിഷയം സൂചിപ്പിക്കുകയും പക്ഷേ അദ്ദേഹം പറയുന്നത് ഇതിൽ യാതൊരു ക്രമക്കേടും ഇല്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് വ്യക്തമായൊരു തെളിവ് തന്നെയല്ലേ? കാരണം അനധികൃതമായി തന്നെയാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ട വെള്ളം തന്നെയാണ് ഇപ്പോൾ മദ്യനിർമ്മാണശാലയ്ക്കായി സർക്കാർ ഒരുക്കി നൽകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദേവിക, തീർച്ചയായിട്ടും തുടർച്ചയായ 3-ാം ദിനമാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ എലപ്പുള്ളി പ്രദേശത്ത് മദ്യനിർമ്മാണ കമ്പനി വന്നുകൂടാ എന്നതിൻ്റെ ഓരോ തെളിവുകളായി പുറത്തുവിടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യം പുറത്തുവിട്ടത് അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ലെവലുമായി ബന്ധപ്പെട്ടാണ്. അത് വളരെ ക്രിട്ടിക്കൽ എന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു. ഇന്നലെ നമ്മൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെ പുറത്ത് വിട്ടിരുന്നു. അതായത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകുന്നതിനായിരിക്കരുത് പരിഗണന. ഏറ്റവും പ്രഥമ പരിഗണന വേണ്ടത് കൃഷിക്കും കുടിവെള്ളത്തിനും വെള്ളം നൽകാനാണ് എന്നുള്ളതിന്റെ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഏതായാലും 2017 മലമ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പാലക്കാട് കളക്ടർക്ക് നൽകിയ ഒരു റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടെയാണ് നമ്മൾ പുറത്തുവിടുന്നത്. ആ പകർപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നു, അതായത് മലമ്പുഴ ഡാമിൽ എക്കലും ചെളിയും എപ്പോഴും ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വർഷവും ഈ എക്കലും ചെളിയും അടിയുന്നത് മൂലം 28.26 ദശലക്ഷം ഘനമീറ്റർ സംഭരണ ശേഷിയിൽ കുറവ് വരുന്നുണ്ട്. അതായത് ഇത് 2017 റിപ്പോർട്ട് എന്നുള്ളത് ഓർക്കണം. ഇപ്പോൾ 2025 ആയിരിക്കുന്നു. ഈ ഓരോ വർഷവും ചെളിയും എക്കലും ഇങ്ങനെ അടിയുന്നത് മൂലം ഡാമിന്റെ സംഭരണ ശേഷിയിൽ വലിയ കുറവ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുമൂലം ഈ കൃഷിക്കും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും നൽകുന്നതിനപ്പുറം വ്യാവസായിക ആവശ്യത്തിന് ഈ വെള്ളം നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വെള്ളം നൽകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നിലവിലെ സംഭരണ ശേഷി അനുസരിച്ച് 197.74 ദശലക്ഷം ഘനമീറ്റർ ആണ് ഡാമിൻ്റെ പരമാവധി സംഭരണ ശേഷി. ഇതിൽ 188.38 ദശലക്ഷം ഘനമീറ്റർ വെള്ളം കൃഷിക്ക് നൽകണം. അതായത് 2ാം വിള നെൽകൃഷിക്ക് മാത്രമായിട്ട് ഇത്രയും വെള്ളം നൽകേണ്ടതുണ്ട്. അതിൽ തന്നെ കുടിവെള്ളത്തിനായിട്ട്, ഇത് കൂടാതെ കുടിവെള്ളത്തിനായി പാലക്കാട് നഗരം മുഴുവൻ ആശ്രയിക്കുന്നത് മലമ്പുഴ ഡാമിനെയാണ്. അങ്ങനെ വരുമ്പോൾ 21.96 ദശലക്ഷം ഘനമീറ്റർ വെള്ളം കുടിവെള്ളത്തിനും നൽകേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ കുടിവെള്ളത്തിന് ഉൾപ്പെടെ ഇങ്ങനെ വെള്ളം നൽകുമ്പോൾ പിന്നീട് വ്യാവസായിക ആവശ്യത്തിന് എന്ന് പറഞ്ഞ് നൽകാനായിട്ട് വെള്ളമില്ലാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്നുള്ളതാണ് കൃത്യമായിട്ട് തന്നെ മലമ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കളക്ടർക്ക് നൽകിയ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി വളരെ ശ്രദ്ധേയമാണ്. അതായത് വാട്ടർ അതോറിറ്റിക്ക് നൽകുന്ന ഈ വെള്ളത്തിൽ ഒരു കണക്കുമില്ല എന്നുള്ളതാണ്. നിലവിൽ സർക്കാർ പദ്ധതി ഇടുന്നത് ഈ വാട്ടർ അതോറിറ്റിക്ക് നൽകുന്ന വെള്ളം അതിൽ നഗരത്തിൽ ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് വെള്ളം വാട്ടർ അതോറിറ്റിക്ക് ഈ ഇത്തരത്തിൽ വ്യാവസായിക ആവശ്യത്തിന് നൽകാൻ കഴിയും എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് മലമ്പുഴ ഡാമിൽ നിന്നും നൽകുന്ന വെള്ളത്തിന് ഒരു കണക്കുമില്ല എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മലമ്പുഴ ഡാമിൽ നിന്നുമുള്ള വെള്ളം നിലവിൽ കൃഷിക്കും കുടിക്കാനും നൽകുന്നതിനപ്പുറം ഈ വ്യാവസായിക ആവശ്യത്തിന് നൽകാൻ കഴിയില്ല എന്ന് 2017 തന്നെ റിപ്പോർട്ട് ഉണ്ട് എന്നിരിക്കും. ഇത്തരം റിപ്പോർട്ടുകളൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് ഇങ്ങനെ ഒരു മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതേതായാലും ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളെ ആണെങ്കിലും കർഷകരെ ആണെങ്കിലും ഒക്കെ ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ജില്ലയിലെ
കർഷകരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം വിള നെൽകൃഷിക്ക് ഇപ്പോൾ തന്നെ വെള്ളം തികയാത്ത ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും 60 ദിവസമോ പണ്ടൊക്കെ 90 ദിവസത്തിലേറെ വെള്ളം ഈ കൃഷിക്ക് വേണ്ടി കനാലിലൂടെ വിട്ടു നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 50 ദിവസമായും മറ്റുമൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ 40 ദിവസമേ നൽകാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഈ വെള്ളം നൽകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം മഴയിൽ വലിയ കുറവ് വന്നതുമൂലം വെള്ളം നൽകാൻ തീരെ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് വരെ ബന്ധപ്പെട്ട അധികൃതർ കർഷകരെ അറിയിക്കുകയും പിന്നീട് കർഷകർ അത് കുറച്ച് വെള്ളം തങ്ങൾക്ക് നൽകിയേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ കൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞതിനെ തുടർന്നാണ് പിന്നീട് വെള്ളം വിട്ടു നൽകുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല നഗരത്തിലേക്ക് വെള്ളം ഈ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് എടുത്തു നോക്കുമ്പോൾ ഓരോ വർഷവും നഗരത്തിലെ ജനങ്ങളുടെ സാന്ദ്രത കൂടിക്കൂടി വരികയാണ്. നഗരത്തിൽ കൂടുതൽ ആളുകൾ ഗ്രാമീണ മേഖലകളിൽ നിന്നുമൊക്കെ ആളുകൾ കൂടുതലും നഗരത്തിലേക്ക് കുടിയേറി പാർക്കുന്ന ഒരു സാഹചര്യം പൊതുവിലേ ഉണ്ട്. നഗരത്തിൽ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആളുകൾ കൂടുതലായി ഇവിടെ താമസിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വെള്ളം നഗരത്തിലെ ജനങ്ങൾക്ക് കുടിക്കാനായി കൊടുക്കേണ്ട ഒരു ആവശ്യകത കൂടെയുണ്ട്. അങ്ങനെ കുടിക്കാനായിട്ട് കൊടുക്കുന്ന വെള്ളം അതിനൊരു കണക്കുമില്ല എന്നിരിക്കുകയാണ്. അതിൽ നിന്ന് കൂടെയുള്ള വെള്ളത്തിന് ഇങ്ങനെ ഒരു മദ്യനിർമ്മാണ കമ്പനിക്ക് നൽകാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ റിപ്പോർട്ട് പറയുന്നതനുസരിച്ചാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കാരണം മലമ്പുഴ ഡാമിൽ ഇങ്ങനെ ചെളിയും എക്കലും അടിയുന്നത് മൂലം തന്നെ കൃത്യമായിട്ട് സംഭരണ ശേഷി പൊതുവെ കുറഞ്ഞു വരുന്നു ഡാമിനകത്തേക്ക്. അതിൽ തന്നെ ഈ വാട്ടർ അതോറിറ്റിക്ക് നൽകുന്ന വെള്ളത്തിനാണെങ്കിൽ ഒരു കണക്കുമില്ല. അതിനിടയ്ക്കാണ് ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് കൂടി വെള്ളം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. പ്രകാശൻ വേലിക്കുട്ടിയെ പോലുള്ള പ്രേക്ഷകർ പറയുന്നത് കമ്മീഷൻ കൊടുത്താൽ കേരളത്തെ പോലും വാങ്ങാൻ കഴിയും. ഉഷാ നെല്ലൂർ പറയുന്നു ഡാമിലെ വെള്ളം വിട്ടുകൊടുക്കില്ല, കുടിവെള്ളം മദ്യനിർമ്മാണശാലയ്ക്ക് വിട്ടുകൊടുക്കില്ല. ജനകീയ വികാരങ്ങളും എതിരാണ്. എന്നിട്ടും ഈ തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. വലിയ പ്രതിഷേധം ഇന്നലെ BJPയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു. പ്രക്ഷോഭത്തിൻ്റെ അടുത്ത ഘട്ടങ്ങൾ ഏതെല്ലാം നിലയിലാണ് അതുകൂടി പറയാൻ കഴിയുമോ ആലത്തൂർ? നിലവിൽ എലപ്പുള്ളി പഞ്ചായത്ത് ഇന്നലെ അടിയന്തര യോഗം ഈ വിഷയത്തിൽ ചേർന്നിരുന്നു. അതിൽ BJP അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അത് അംഗീകരിക്കാൻ ആയിരുന്നില്ല. പിന്നീട് അവർ ഈ വിഷയത്തിൽ വിശദമായ ചർച്ച തന്നെ നടന്നു. ആ ചർച്ചയ്ക്ക് ഒടുവിൽ കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ അംഗങ്ങൾ സംയുക്തമായി തന്നെ ഈ ഒരു അനുമതി നൽകിയത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടതുപക്ഷ മെമ്പർമാർ ഒരു മറുപടിയും പറയാതെ അല്ലെങ്കിൽ തങ്ങൾക്ക് ഒരു അഭിപ്രായവുമില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. നിലവിലേതായാലും കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇനി സർക്കാർ ഇതിൽ എന്ത് നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നോക്കി കൂടുതൽ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പറയുന്നത്. മന്ത്രി MP രാജേഷിന്റെ വീട്ടിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. നിലവിലേതായാലും എന്താണ് ഇനി സർക്കാർ അടുത്ത നടപടിയായി ഈ അനുമതി നൽകിയതിൽ തന്നെയാണ്. കാരണം ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം നൽകുകയാണെങ്കിൽ അവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുമെന്ന് മാത്രമല്ല കൃഷി ചെയ്യാൻ പോലും വെള്ളമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കടക്കും. മാത്രമല്ല ജനങ്ങളെ അത്രത്തോളം ബുദ്ധിമുട്ടിക്കുമെന്ന് തന്നെയാണ്. കുടിവെള്ളം പോലും ഇല്ലെങ്കിൽ സർക്കാർ എത്തിച്ചു നൽകുമോ എന്നുള്ള ചോദ്യങ്ങൾ പോലും അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യം കൂടി ഒരു ഘട്ടത്തിലുണ്ട്. തീർച്ചയായും ഈ കൃഷി കൊണ്ട് എന്ത് ഗുണം, മദ്യശാല കൊണ്ട് ഖജനാവ് നിറയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രേക്ഷകരും പറയുന്നത്. ആ നിലയിൽ ഭരണകർത്താക്കൾ ചിന്തിക്കുന്നു. അതേപോലെ തന്നെ കർഷകരെ സ്നേഹിക്കുന്ന പിണുരാജൻ എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തുടർ വാർത്തകളിലും ഉണ്ടാകും. ഇടുക്കി വെള്ളത്തൂവലിലെ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ചെക്ക് ഡാമിൽ നിറഞ്ഞു കിടക്കുന്ന ചെളിയും മണലും നീക്കുന്ന കാര്യത്തിൽ തീരുമാനമില്ല. വെള്ളത്തൂവൽ പാലത്തിന് താഴെ മുതിരപ്പുഴ ആറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡ് ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ചെങ്കുളം പവർ ഹൗസിൽ നിന്ന് ഉൽപാദന ശേഷം പുറത്തുവിടുന്ന ജലവും മുതിരപ്പുഴയാറിലെ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു വെള്ളത്തൂവലിൽ ചെക്ക് ഡാം നിർമ്മിച്ചത്. ഈ ഡാം ഇപ്പോൾ ചെളിയും മണലും കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. മണലും ചെളിയും നീക്കി ചെക്ക് ഡാമിന്റെ സംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്ന നടപടി വേണമെന്ന ആവശ്യം പലപ്പോഴായി ഉയർന്നിട്ടും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. ചെളിയും മണലും നീക്കുന്ന നടപടികൾ അനന്തമായി നീളുകയാണ്. മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് പൊതുപ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. വെള്ളത്തൂവലിലെ മിനി പവർ ഹൗസ് 2018 പ്രളയത്തിൽ വന്ന മണ്ണും ചെളിയും മണലും നിറഞ്ഞു കിടന്ന് പ്രവർത്തനരഹിതമായിരിക്കുകയാണ്.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ നാടിൻ്റെ വികസനത്തിന് ഏറെ സഹായകരമായിരുന്നു ആ മിനി പവർ ഹൗസും അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി. എന്തുകൊണ്ടോ ഇതിനോടൊന്നും യാതൊരുവിധ ഉത്തരവാദിത്വവും നിലവിലുള്ള ഭരണ സംവിധാനത്തിനോ വൈദ്യുതി ബോർഡിനോ ഇല്ലാത്ത 2018 പ്രളയത്തെ തുടർന്ന് ചെക്ക് ഡാമിൽ മണലും ചെളിയും നിറഞ്ഞിരുന്നു. അന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിന്ന് മണൽ നീക്കാനുള്ള ചില ഇടപെടലുകൾ നടത്തുകയുണ്ടായി. പക്ഷേ ഇതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ചില ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ അനുമതി മരവിപ്പിക്കുകയായിരുന്നു. മറ്റാക്ഷേപങ്ങൾക്ക് വഴിവെക്കാത്ത വിധം കാലതാമസം വരുത്താതെ ചെക്ക് ഡാമിന്റെ സംഭരണശേഷി തിരികെ എടുക്കാനുള്ള ഇടപെടൽ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ജനം, ഇടുക്കി. ഇന്നത്തെ പുത്തും പുലരി തുടങ്ങി 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കൂടി അറിയണം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ 8 മണിയായിരിക്കുന്നു. നമുക്ക് വീണ്ടും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. On Trump, do solemnly swear. I, Donald John Trump, do solemnly swear that I will faithfully execute the office of President of the United States and will to the അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് സുവർണ കാലഘട്ടത്തിന് തുടക്കമെന്ന് പ്രഖ്യാപനം. ബൈഡൻ ഭരണകൂടത്തിന് രൂക്ഷ വിമർശനം. സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയായി ലോക നേതാക്കളും വ്യവസായ പ്രമുഖരും. വൈസ് പ്രസിഡന്റായി JD വാൻസ്. അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ ട്രംപിന്റെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ. US മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറും. രാജ്യത്തിന് ഇനി 3ാം ലിംഗക്കാരില്ല, പുരുഷനും സ്ത്രീയും മാത്രമെന്ന പ്രഖ്യാപനം. യുക്രൈനുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറെന്ന് റഷ്യ. 3ാം ലോക മഹായുദ്ധം ഒഴിവാക്കാനുള്ള ചർച്ചകൾക്ക് തയ്യാറെന്ന് വ്ളാഡിമിർ പുടിൻ. വിഷയത്തിൽ ട്രംപിന്റെ പ്രയത്നങ്ങളെ സ്വാഗതം ചെയ്ത റഷ്യൻ പ്രസിഡന്റ്. മലമ്പുഴ ഡാമിലെ വെള്ളം എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് നൽകാനാവില്ലെന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്ത്. വ്യാവസായിക ആവശ്യത്തിന് നൽകാൻ വെള്ളമില്ലെന്ന ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട്. 2017 കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക്. ജനം ബ്രേക്കിംഗ്. സമ്പൽ ഷാഹി മസ്ജിദിൽ പോലീസിന് നേരെ വെടിയുതിർത്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയുമായും ദാവൂദ് ഇബ്രാഹിമുമായും ബന്ധമുള്ള അഫ്രോസ്. കല്ലെറിഞ്ഞ 9 പേരെയും അറസ്റ്റ് ചെയ്തു. പിണറായി വിജയനെ PD സതീശനും K സുധാകരനും മുന്നറിയിപ്പുമായി AICC നേതൃത്വം. ഒന്നിച്ചു നിന്നില്ല എങ്കിൽ പദവികൾ തെറിക്കുമെന്ന് താക്കീത്. പുനഃസംഘടനയ്ക്കും യോജിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും തയ്യാറാകണമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. CPM-നോട് പൂർണ്ണമായും ഇടഞ്ഞ മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് ഒതുക്കാൻ CPM ബോധപൂർവം ശ്രമിക്കുന്നു. KSRTC ശമ്പള വിതരണത്തിന് ധനവകുപ്പ് പണം അനുവദിക്കാത്തതും കല്ലുകടി. ആചാര വിഷയത്തിൽ മുഖ്യമന്ത്രിയെ തിരുത്തിയത് അതൃപ്തി വ്യക്തമാക്കാൻ. യുക്രൈനുമായുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 3ാം ലോക മഹായുദ്ധം തടയാനുള്ള ട്രംപിന്റെ പ്രയത്നങ്ങളെ സ്വാഗതം ചെയ്ത പുടിൻ യുദ്ധം ഒഴിവാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഡൊണാൾഡ് ട്രംപിന് ആശംസകൾ അറിയിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നമുക്കറിയാം പുതിയ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെയാണ്
പുടിൻ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്? സ്വാഭാവികമായും ലോകത്ത് സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നിലവിൽ എന്നുള്ളതാണോ പുടിൻ്റെ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഐസൻ ജോസ്. വിനോദ്, തീർച്ചയായും പുടിൻ്റെ വാക്കുകളിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ട പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്, ഈ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങൾ തന്നെയാണ്. അതായത് നമുക്കറിയാവുന്നതാണ്, യുക്രൈനിനെതിരായ റഷ്യയുടെ ആക്രമണം അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പരസ്പരം ആക്രമണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ലോകം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ലോക സമാധാനത്തിനുള്ള നിലപാട്, അല്ലെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് വളരെ കൃത്യമായി ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിരുന്നു. അത് ഇന്നലെ തന്നെ ആ റാലിയിൽ, കഴിഞ്ഞ ദിവസം റാലിയിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ പുറത്തു വന്നത് നമ്മൾ അടക്കം പ്രക്ഷേപണം ചെയ്തതാണ്. അത്തരത്തിൽ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുമെന്ന കൃത്യമായ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് പുടിൻ. നമുക്കറിയാവുന്നതാണ്, ഈ റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള ആ ഒരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കർശനമായ നടപടികൾ ഉണ്ടാകും, ആ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറയുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഈ രണ്ട് നിലപാടുകളും റഷ്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും സ്വാഗതാർഹമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മാത്രമല്ല, നേരത്തെ നമുക്കറിയാവുന്നതാണ്, റഷ്യയുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്ന ഒരു ടെന്യൂറായിരുന്നു ഇതിനു മുൻപുണ്ടായിരുന്ന, അതായത് നേരത്തെ പ്രസിഡൻ്റായിരുന്ന സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ളൊരു കൃത്യമായ നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ നിലപാട് വീണ്ടും സാധൂകരിക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, കർശനമായ നടപടികൾ റഷ്യ യുക്രൈനെതിരെ തുടരുമ്പോഴും യുക്രൈനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. മാത്രമല്ല, യുക്രൈനുള്ള യുദ്ധസഹായം, ആയുധം വിതരണമെല്ലാം തന്നെ നിർത്തിവെക്കുമെന്ന നിലപാടും നേരത്തെ ട്രംപ് സൂചനകൾ നൽകിയിരുന്നു. ഇപ്പോൾ ഈ അടുത്ത ദിവസം നടന്ന ആയുധ ഇടപാടിന് ശേഷം തുടർന്ന് ആയുധ ഇടപാടുകൾ നിർത്തിവെക്കാനുള്ളൊരു സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. സ്വാഭാവികമായും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാവുന്ന ഒരു വിഷയത്തെ കൃത്യമായും പരിഹരിക്കാൻ തയ്യാറായി ട്രംപ് മുന്നോട്ട് വരുന്നു എന്ന നിലപാട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. സ്വാഭാവികമായും റഷ്യ അക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നു എന്നത്, അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് ട്രംപിൻ്റെ ഇടപെടലിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുമെന്ന ട്രംപിൻ്റെ നിലപാടിനെ തീർത്തും സ്വാഗതം ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇസ്രായേൽ ഹമാസ് യുദ്ധം, അല്ലെങ്കിൽ ആ സംഘർഷം പൂർണ്ണമായും പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ട്രംപിൻ്റെ ഒരു കൃത്യമായ നിലപാടിലൂടെയാണ് ശക്തമാവുകയും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. ബന്ദികളുടെ മോചനമെല്ലാം യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. ഇനിയും ശക്തമായ നിലപാടുകൾ അത് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാന സംഭവവികാസം കൂടി എടുത്തു പറയാവുന്ന ഒരു ഉത്തരവായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, വിദേശ സഹായം, അതായത് വിദേശത്തുള്ള വികസനത്തിന്, വിദേശ രാജ്യങ്ങളിലെ വികസനത്തിനായി അമേരിക്ക ചെലവഴിക്കുന്ന തുക ചെലവഴിക്കുന്ന പദ്ധതികളെല്ലാം തന്നെ 90 ദിവസത്തേക്ക് നിർത്തിവെക്കാനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറും ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നത് ഒരു പൂർണ്ണമായ ഒരു പുനഃസജ്ജീകരണം സർക്കാരിൻ്റെ ഭാഗത്ത് നടത്താൻ പോകുന്നു എന്നാണ്. എല്ലാ അധികാരികൾക്കും, അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ എല്ലാം നിർത്തിവെക്കാനുമുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഫണ്ട് റിലീസ് എല്ലാം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. തീർച്ചയായും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ പ്രവർത്തന ശൈലിയിൽ തന്നെ സമഗ്രമായൊരു മാറ്റം കൊണ്ടുവരാനുള്ളൊരു നീക്കമാണ്. സ്വാഭാവികമായും യുക്രൈനെ ജോ ബൈഡൻ നൽകിയ ആ കരാർ, ആയുധം നൽകാനുള്ളൊരു ധാരണ ഒരു പക്ഷേ യാഥാർത്ഥ്യമാകുമോ, അത് വൈകുമോ എന്നതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. സ്വാഭാവികമായും റഷ്യയ്ക്ക് അത് മുൻതൂക്കം ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും. ആ ഒരു സാഹചര്യം കൂടി വരുമ്പോൾ സ്വാഭാവികമായും ഈ സംഘർഷം അവസാനിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ അതുകൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും പുടിൻ സ്വാഗതം ചെയ്യുന്നത് പുതിയ ലോകക്രമത്തിൽ ട്രംപിൻ്റെ ഇടപെടൽ ഏറ്റവും നിർണായകമാണ് എന്ന് തെളിയിക്കുക കൂടി ചെയ്യുന്ന നീക്കമാണ്. എന്തായാലും പുടിന്റെ പ്രതികരണം കണ്ടതിന് ശേഷം തിരികെ They have always been ready to maintain peaceful relationship with any American administration. I have said that many times. We would like to see the dialogue built upon equality and mutual respect, considering the common positions on our country on a number of international issues, including strengthening security and political stability. We're also open for dialogue with the new US administration on the Ukrainian conflict. അതെ, അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകൻ രവീന്ദ്രൻ ഇടശ്ശേരിയെ പോലെയുള്ള പ്രേക്ഷകരും പറയുന്നത്. കരുത്തുള്ളവർക്കാണ് ഇത്തരത്തിൽ കരുത്തരായ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റ അദ്ദേഹം, ഡൊണാൾഡ് ട്രംപ്, അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ,
ഇങ്ങനെ കരുത്തുള്ളവർക്കാണ് ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ ഉള്ള കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതും പറയുന്നു. ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്. സംബൽ ഷാഹി മസ്ജിദിൽ സർവേക്കിടെ പോലീസിന് നേർക്ക് വെടിയുതിർത്ത സംഭവത്തിൽ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസിയും ദാവൂദ് ഇബ്രാഹിമുമായും ബന്ധമുള്ള അഫ്രോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സർവേക്കെത്തിയ ഉദ്യോഗസ്ഥർക്കും പോലീസിന് നേർക്ക് കല്ലെറിഞ്ഞ മറ്റ് 9 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടതി വിധിയെ തുടർന്ന് മസ്ജിദിൽ സർവേക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമം നടന്നത് കഴിഞ്ഞ നവംബറിലാണ്. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, നമുക്കറിയാം സംഭൽ വിഷയത്തിൽ ഉണ്ടായ സംഘർഷ അവസ്ഥ, അവിടെ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. ഇതിലാണ് കൃത്യമായി ഇപ്പോൾ ഒരു അറസ്റ്റ് നടന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ, ഈ സംഭവം ഉണ്ടായതിനു ശേഷം, അതായത് ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ അവിടെ ഈ ഒരു ഷാഹി മസ്ജിദിൽ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ സർവേക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം ഉണ്ടായ ആ ദിവസങ്ങളിൽ അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇതിലൊരു വിദേശ ബന്ധം സംശയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വിദേശ ബന്ധം സംബന്ധിച്ച അന്വേഷണങ്ങളൊക്കെ, വിശദമായ അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിലാണ് ഈ ഒരു സംഭൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. അതായത് ഈ ഒരു ഷാഹി മസ്ജിദിൽ അവിടെ ഒരു പുരാതനമായ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും അത് പൊളിച്ചാണ് ഈ ഒരു മസ്ജിദ് പണിഞ്ഞതെന്നുമുള്ളൊരു ഹർജി കോടതി എത്തുന്നു. തുടർന്ന് കോടതി ഉത്തരവിനെ തുടർന്നാണ് ഈ ഒരു സംഭലിലെ ഈ ഒരു ഷാഹി മസ്ജിദിലെ അവിടേക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അവിടേക്ക് പരിശോധനയ്ക്ക് വേണ്ടി എത്തുന്നത്. ഈ എത്തിയ ഉദ്യോഗസ്ഥരെയാണ് ഈ ഒരു അക്രമി സംഘം ആക്രമിക്കുന്നത്. അവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നത്. ഇതിൽ പ്രധാനി ആയത് അഫ്രോസ് എന്ന് പറയുന്ന ആളാണ്. ഈ അഫ്രോസിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ചാരസംഘടനയായ ISI-യുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഭീകരനായിട്ടുള്ള ദാവൂദ് ഇബ്രാഹിമുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതായത് അപ്പോൾ കൃത്യമായി ഇതൊരു പദ്ധതി ആസൂത്രണം ചെയ്ത പദ്ധതി തന്നെയാണ്. കാരണം ഈ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഈ ഒരു അതിക്രമം കൃത്യമായി ആസൂത്രണം ചെയ്തതാണ്. ഈ ആസൂത്രണത്തിന് പിന്നിൽ ഈ ഒരു അഫ്രോൺ ആണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇയാൾക്ക് മറ്റ് രാജ്യത്ത് നടന്ന മറ്റ് അക്രമ സംഭവങ്ങളുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ, അതുപോലെ തന്നെ മറ്റ് അക്രമ സംഭവങ്ങൾ ഇയാളും കൂട്ടാളികളും ചേർന്ന് പദ്ധതി ഇട്ടിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിലെടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വെടിയുതിർത്ത ആ ഒരു തോക്ക് അത് പാക് നിർമ്മിതമാണ് എന്നൊരു റിപ്പോർട്ട് കൂടി പോലീസ് പറയുന്നുണ്ട്. അതായത് പാക് നിർമ്മിതമായൊരു തോക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു അഫ്രോസ് ഈ ഒരു ഉദ്യോഗസ്ഥർക്ക് നേരെ, ഈ ഒരു സർവേക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടതിൽ പ്രധാനം ആ ഒരു തോക്ക് പാക് നിർമ്മിതമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിന്നും രഹസ്യമായി രാജ്യത്തിലേക്ക് ആയുധങ്ങൾ ഇവർ കടത്തിയിട്ടുണ്ട് എന്നൊരു ഗുരുതരമായൊരു കാര്യം കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സംഭവങ്ങൾ, രാജ്യത്ത് നടന്ന മറ്റ് അക്രമ സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ വേറെ മറ്റ് പല പദ്ധതികൾ ഇവർ പദ്ധതി ഇട്ടിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളും എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഇയാൾക്കൊപ്പം 9 പേരെ, അതായത് പോലീസുകാർക്ക് നേരെ, പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം ഈ ഒരു സർവേക്ക് എത്തിയ ആർക്കിയോളജിക്കൽ സർവേയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ അക്രമം അഴിച്ചുവിട്ട കല്ലെറിഞ്ഞ 9 പേരെ കൂടി പോലീസ് എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിൽ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. വിനോദ, അതെ, സംഭൽ വിഷയത്തിലാണ് പാക് ബന്ധം ഉള്ള ആളെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഏതാനും പേരെ കൂടി കസ്റ്റഡിയിലായിട്ടുമുണ്ട്. അതെ വിനോദ്, നമുക്കറിയാം പുതുവർഷവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എവിടെയെങ്കിലും ഈ ബംഗ്ലാദേശ് കലാപവുമായി ബന്ധപ്പെട്ട് നുഴഞ്ഞു കയറാനുള്ള സാധ്യത മുന്നിൽ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതെങ്കിലും കേരളത്തിൽ ഒരു പിഴവ് പറ്റിയോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ നുഴഞ്ഞു കയറിയതിന് പിടിയിലായ ബംഗ്ലാദേശി സ്വദേശികളുടെ കൂടെ താമസിച്ചിരുന്നവർ ഒളിവിൽ പോയി. ബംഗാളികൾ എന്ന വ്യാജേനയാണ് ബംഗ്ലാദേശി സ്വദേശികൾ ഇവർക്കൊപ്പം തങ്ങിയിരുന്നത്. ബംഗ്ലാദേശി കലാപകാരികൾ സംസ്ഥാനത്ത് നുഴഞ്ഞു കയറിയെന്ന സൂചനയിൽ പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും വ്യാപക പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് പെരുമ്പാവൂർ, ആലുവ മേഖലകൾ സുരക്ഷിത താവളമാക്കിയ ബംഗ്ലാദേശികൾ പലരും മുങ്ങിയത്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, നമുക്കറിയാം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ പോലും കേരളത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ബംഗ്ലാദേശി സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ അവർ പറഞ്ഞത് ജോലി തേടി ഇവിടേക്ക് എത്തിയത് എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. കാരണം ഇവരുടെ കൂടെ താമസിച്ചിരുന്ന ബംഗാളികൾ എന്ന വ്യാജേനെ താമസിച്ചിരുന്നവർ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. കാരണം ഇവരുടെ കയ്യിൽ നിന്നും വ്യാജ രേഖകളെല്ലാം, ID കാർഡ് അടക്കമുള്ള വ്യാജരേഖകൾ കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായ ഘട്ടത്തിലാണ് ഇവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു വലിയ വീഴ്ചയായി കാണാൻ സാധിക്കില്ലേ? കാരണം ഇത്തരം സംശയങ്ങൾ നിഴലിക്കുന്ന സമയത്ത് പോലും ഇവരെ കാണാതെ പോകുന്നു എന്ന് പറയുമ്പോൾ
ദേവിക, ഇപ്പോൾ എറണാകുളം റൂറൽ പരിധിയിൽ 20-ലധികം പേർ ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നും വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി എത്തിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചന. അതിൽ 2 പേരെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടികൂടിയത്. ഇവരിൽ നിന്ന് ലഭിച്ച ആദ്യം തസ്ലീമ എന്ന ഒരു ബംഗ്ലാദേശി യുവതി, 28 വയസ്സുള്ള യുവതിയെ പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ദിൽവാർ ഹുസൈൻ എന്ന മറ്റൊരു 28-കാരനെ കൂടി അങ്കമാലിയിൽ നിന്നും പിടികൂടിയത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ. എന്നാൽ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ തന്നെ 20 പേർ ഇവരുടെ സംഘത്തിൻ്റെ ഭാഗമായി എറണാകുളം റൂറൽ പരിധിയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് ലഭിച്ച വിവരം. എന്നാൽ തിരച്ചിലും മറ്റന്വേഷണങ്ങളുമെല്ലാം ഊർജിതമായതോടെ ഇവരെല്ലാം തന്നെ നിലവിൽ എവിടെയാണോ തങ്ങിയിരുന്നത് അവിടെ നിന്നും മുങ്ങിയിരിക്കുകയാണ്. അവരെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായാണ് ആലുവ റൂറൽ SP വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇവർ വന്നത് ഒരു തൊഴിൽ തേടി മാത്രമാണോ എന്ന ഒരു സംശയമാണ് വലിയ രീതിയിൽ ആശങ്ക ജനിപ്പിക്കുന്നത്. കാരണം ബംഗ്ലാദേശികളായ കലാപകാരികളാണോ എത്തിയെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ്. റോയ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളും ഇതിൻ്റെ പിന്നാലെയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ 20 പേരെന്ന് ഇവർ പറഞ്ഞെങ്കിൽ 100ഓളം പേര് ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഇവരുടെ ഫോൺ രേഖകൾ, കഴിഞ്ഞ ഒരു മാസത്തെ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ഇവർ എന്നെത്തിയതെന്നത് അടക്കം പരിശോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഇവർക്ക് തിരിച്ചറിയൽ രേഖ എവിടുന്ന് തരപ്പെടുത്തി ലഭിച്ചു, അതോടൊപ്പം തന്നെ ഇവർ വന്നു കഴിഞ്ഞതിനു ശേഷമുള്ള ഇവരുടെ പ്രവർത്തികൾ എങ്ങനെയാണ്, ഇവരുടെ മുൻ പശ്ചാത്തലം എന്താണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ പ്രധാനമായും ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും എറണാകുളത്തിന് പുറത്തും ഇത്തരം ആൾക്കാർ തമ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. ആലപ്പുഴയുടെ തീരമേഖല കേന്ദ്രീകരിച്ചും മറ്റും അത് എല്ലാം തന്നെ വിശദമായി പരിശോധിച്ചു വരികയാണ് ദേവിക. ഇനി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ ഒരു വാർത്തയെപ്പറ്റി നമുക്ക് വരാം. ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചതോടെ കേരളത്തിൽ വീണ്ടും വധശിക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. കേരളത്തിൽ ഇതുവരെ തൂക്കിലേറ്റിയത് 26 പേരെയാണ്. ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്ത് വധശിക്ഷ നടപ്പിലാക്കിയത് 1991-ലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിപ്പർ ചന്ദ്രനെയാണ് ഏറ്റവും ഒടുവിൽ തൂക്കിലേറ്റിയത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അപൂർവമായ കേസുകൾക്ക് മാത്രമേ തൂക്കുകയർ വിധിക്കാറുള്ളൂ. ഷാറൂൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചതോടെ കേരളത്തിൽ വീണ്ടും വധശിക്ഷ ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തിൽ ഇതുവരെ തൂക്കിലേറ്റിയത് 26 പേരെയാണ്. ഏറ്റവും ഒടുവിൽ വധശിക്ഷ നടപ്പിലാക്കിയത് 1991. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിപ്പർ ചന്ദ്രനെയാണ് 33 വർഷങ്ങൾക്ക് മുൻപ് തൂക്കിലേറ്റിയത്. ഗ്രീഷ്മ ഉൾപ്പെടെ കേരളത്തിൽ 40 പേരാണ് വധശിക്ഷയിൽ ഇളവ് കാത്ത് കഴിയുന്നത്. 1960-63 കാലഘട്ടത്തിൽ 5 പേരെയും 67-72 കാലഘട്ടങ്ങളിൽ 3 പേരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. കേരളം രൂപീകരിച്ചതിനു ശേഷം ആദ്യ വധശിക്ഷ നടപ്പാക്കുന്നത് 1958-ലാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നവരുടെ അപ്പീൽ ലഭിച്ചാൽ ഹൈക്കോടതി വിശദമായ പരിശോധന നടത്തും. മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസിക നില പരിശോധിക്കും. പ്രതിയുടെ കുടുംബ സാമൂഹിക പശ്ചാത്തലം, ജയിലിലെ പെരുമാറ്റം, ജയിൽവാസം, സ്വഭാവത്തിലുണ്ടാക്കിയ മാറ്റം തുടങ്ങിയവയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കും. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത്. ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം. സുപ്രീം കോടതി അപ്പീൽ തള്ളിയാൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകാം. വധശിക്ഷയുടെ മാനദണ്ഡം കർശനമാക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും ക്രൂരതയും നോക്കി അപൂർവമായ കേസുകളിൽ മാത്രമാണ് വധശിക്ഷ നടപ്പിലാക്കാറുള്ളത്. ജനം, തിരുവനന്തപുരം. അതെ, ഒരു പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചാലും അതിന്റെ സാങ്കേതികത നിരവധി കടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചകളാണ് നടന്നത്. ഇനി ഗ്രീഷ്മ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എങ്കിൽ പോലും അവർക്ക് അത് കഴിയില്ല. കാരണം ഇനി മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ അത് മാറാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി എല്ലാവരും ചർച്ച ചെയ്തു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയായി ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മ. കേരളത്തിൽ വധശിക്ഷ ലഭിച്ച 2ാമത്തെ വനിത കൂടിയാണ് ഗ്രീഷ്മ. വിഴിഞ്ഞം ശാന്തകുമാരി കൊലക്കേസിലെ പ്രതിയായ റഫീഖ ബീവിക്കാണ് ഇതിനു മുൻപ് തൂക്കുകയർ ലഭിച്ചത്. 2024 മെയ് മാസത്തിലായിരുന്നു ശാന്തകുമാരി കേസിലെ വിധി വന്നത്. കേരളത്തിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ശാന്തകുമാരി കൊലക്കേസിലെ പ്രതിയായ റഫീഖ ബീവിക്ക് പിന്നാലെയാണ് ഗ്രീഷ്മയും പട്ടികയിൽ ഇടം പിടിച്ചത്. അതും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയായി. വിഴിഞ്ഞം ശാന്തകുമാരി കൊലക്കേസിലെ പ്രതിയായ റഫീഖ ബീവിയാണ് ഇതിനു മുമ്പ് തൂക്കുകയർ ലഭിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജി AM ബഷീർ തന്നെയാണ് ഈ 2 കേസുകളിലും ശിക്ഷ വിധിച്ചത്. പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും പ്രകോപനമില്ലാതെയുള്ള കൊലപാതകമാണിതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു.
കേസിലെ രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരെ 3 വർഷം തടവിനും കോടതി ശിക്ഷിച്ചു. 586 പേജുള്ള വിധി പ്രസ്താവമാണ് ഉള്ളത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളെ അതിസമർത്ഥമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനായെന്ന് പറഞ്ഞ കോടതി പോലീസിനെ അഭിനന്ദിച്ചു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും 3 ദിവസം നീണ്ട അന്തിമവാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു. 1ഉം 2ഉം പ്രതികളായ ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. ജനം, തിരുവനന്തപുരം. ഈ ഭക്ഷ്യവിഷബാധയൊക്കെ കൂടി വന്നപ്പോൾ കോഴിക്കോട് മേഖലയിൽ ഷവർമ വിൽപ്പനയ്ക്കൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി കോഴിക്കോട്ടെ ഷവർമ വിൽപ്പനശാലകൾ ഷവർമ പോലുള്ള ആഹാര വസ്തുക്കൾ വിൽക്കുമ്പോൾ പാക്കറ്റിൽ കൃത്യമായി സമയവും തീയതിയും രേഖപ്പെടുത്തണമെന്ന കോടതി നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. ആരോഗ്യവകുപ്പ് വിൽപ്പനശാലകളിൽ പരിശോധന നടത്തുന്നുമില്ല. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഷവർമ വിൽപ്പനയ്ക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. എത്ര പഴകിയ മാംസവും ഷവർമയിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നു. ഇവിടെ കൃത്യമായ പരിശോധനകളും നടക്കുന്നില്ല. കോഴിക്കോട്ട് ഷവർമ വിൽപ്പന തകൃതിയായി നടക്കുന്നു. യാതൊരു പരിശോധനയുമില്ല. തുറസായ സ്ഥലങ്ങളിൽ ഇങ്ങനെ മാംസം ചൂടാക്കി വിൽപ്പന നടത്തുന്ന വിൽപ്പനശാലകൾ നിരവധിയുണ്ട്. ആർക്കും എന്തും ഏത് മാംസവും ഇങ്ങനെ വിൽക്കാം. അങ്ങനെയല്ലേ അനഘ? തീർച്ചയായും കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവം കൂടിയാണ് ഈ ഷവർമ. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് നഗരത്തിലൊക്കെ തന്നെ ഷവർമ കടകൾ നിരവധിയായിട്ട് ഉണ്ട്. എന്നാൽ ഇവിടെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ ഒരു ഷവർമ വിൽക്കുകയാണെങ്കിൽ, ഒരു കടയിൽ നിന്ന് ഷവർമ പാഴ്സലായി വാങ്ങുകയാണെങ്കിൽ ആ ഷവർമയുടെ കവറിന് പുറത്ത് അല്ലെങ്കിൽ പാക്കറ്റിന് പുറത്ത് കൃത്യമായി തന്നെ അത് എപ്പോഴാണ് ഉണ്ടാക്കിയത്, എത്ര സമയത്തിനുള്ളിൽ കഴിക്കണമെന്നത് രേഖപ്പെടുത്തണമെന്ന് കേരള ഹൈക്കോടതി തന്നെ കർശനമായിട്ടുള്ള ഒരു ഉത്തരവ് ഇട്ടിരുന്നു. എന്നാൽ നമ്മൾ ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ അല്ലെങ്കിൽ പരിശോധനയിൽ ഒരു ഷവർമ കടകളിൽ നിന്ന് പോലും ഇത്തരത്തിൽ കൃത്യമായ ഈ നിയമം പാലിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കോഴിക്കോട്ടെ 2 പ്രമുഖ കടകളിൽ നിന്നാണ് ഇന്നലെ നമ്മൾ ഷവർമ വാങ്ങിയത്. ഈ വാങ്ങിയ ഷവർമകളിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ ആ പാക്കറ്റിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ സമയമോ അത് എത്ര സമയത്തിനുള്ളിൽ കഴിക്കണമോ എന്നത് അവർ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നതാണ്. പലപ്പോഴും ഈ കടകളിൽ ഇത് ഉണ്ടാക്കുന്നവരോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ടോ, തങ്ങൾക്ക് അതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ല എന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കടകളിലെത്തി ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ഇവിടെയുള്ള ആരോഗ്യ സംവിധാനം കൃത്യമായി പരിശോധന നടത്തുന്നില്ല എന്നതാണ്. അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ കൃത്യമായി ഇവർക്ക് ഈ നിയമം പാലിക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. മാത്രമല്ല, ഈ കാസർകോട്ടെ ദേവനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ച സംഭവത്തിൽ ആ കുട്ടിയുടെ അമ്മ കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഇത്തരത്തിൽ ഇനി ആർക്കും സംഭവിക്കരുത്, അതുകൊണ്ട് തന്നെ നിയമം കർശനമാക്കി പാലിക്കണം, ഇത് ഏത് സമയത്താണ് ഉണ്ടാക്കിയത്, എത്ര സമയത്തിനുള്ളിൽ കഴിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തണം എന്നതൊക്കെ ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോടതിയെ സമീപിച്ചത്. ആ പശ്ചാത്തലത്തിലാണ് കോടതി ഇത്തരത്തിൽ ഷവർമ പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ വിൽക്കുന്ന സമയത്ത് കൃത്യമായി അതിന്റെ സമയം, ഉണ്ടാക്കിയ സമയം, കഴിക്കേണ്ട സമയം എന്നിവ അത് ആ പാക്കറ്റിൽ തന്നെ രേഖപ്പെടുത്തണമെന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതാണ് ഇപ്പോൾ പാലിക്കപ്പെടാതെ പോകുന്നത്. ഇത് പാലിക്കപ്പെടാതെ പോകുന്നതിന്റെ പ്രധാന കാരണം ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ കണ്ടൊരു കാഴ്ച കൂടിയാണ് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം പലപ്പോഴും ഈ രാത്രി കാലങ്ങളിൽ എല്ലാവരും, പ്രത്യേകിച്ച് ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വിഭവമായി മാറിയിരിക്കുകയാണ് ഷവർമ എന്ന് പറയുന്ന ഷവർമ, അൽഫാം തുടങ്ങിയ ഭക്ഷ്യ വസ്തുക്കൾ. ഇത് ഈ രാത്രി കാലങ്ങളിലാണ് നമ്മൾ കൂടുതലും കഴിക്കുന്നതെന്നും കൂടി പറഞ്ഞു വെക്കണം. കാരണം ഈ ഒരു ഭക്ഷ്യ വസ്തു കൊണ്ട് ഉണ്ടായ ഒരുപാട് മരണങ്ങൾ കൂടിയുണ്ട് ഭക്ഷ്യ വിഷബാധയിട്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി അതിൽ ഉപയോഗിക്കുന്ന മാംസത്തിന്റെ കാലാവധി എന്താണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും നൽകാതെ തന്നെ വിൽപ്പന നടത്തുന്നു എന്നൊരു വാർത്തയാണ് അനഘ അവിടെ നിന്ന് പങ്കുവെക്കുന്നത്. ഇനിയെങ്കിലും നമ്മുടെ പ്രേക്ഷകരായാലും മലയാളികൾ എല്ലാവരും, മലയാളികൾ എന്ന് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരായാലും ശരി, ഭക്ഷണം കഴിക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധാപൂർവം മാത്രമേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാവൂ. കാരണം നമുക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റുള്ള മരണങ്ങൾ നമ്മുടെ മുന്നിൽ ഷവർമ കഴിച്ചുള്ള മരണങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന്മേലുള്ള പരിശോധനകൾ കർശനമാകണം. അത് വാങ്ങുന്നവർ അത് കൃത്യമായി അത് ഉപയുക്തമാണ് എന്ന് മനസ്സിലാക്കി തന്നെ വേണം വാങ്ങാൻ. ആ വാർത്തയാണ് അനഘ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോട്ടയം നഗരസഭയിൽ 211 കോടി രൂപ കാണാതായ സംഭവത്തിൽ BJP പ്രക്ഷോഭത്തിലേക്ക്. അഴിമതിക്കാരെ പിടികൂടാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് BJP ആരോപിച്ചു. ഇന്ന് നഗരസഭയിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തും.
തുടരെ പുറത്തുവരുന്ന കോടികളുടെ അഴിമതി കഥകൾ. മാസങ്ങൾക്ക് മുൻപ് പെൻഷൻ ഫണ്ട് തട്ടിപ്പ്. ഇപ്പോഴിതാ ചെക്ക് മുഖേന നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടിലെത്തേണ്ട 211 കോടി രൂപ കാണാനില്ലെന്ന അഴിമതി. കോട്ടയം നഗരസഭയിൽ അരങ്ങേറുന്നത് ആരെയും ഞെട്ടിക്കുന്ന തട്ടിപ്പാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറയുന്നു. നഗരസഭാ ഭരണം കുത്തഴിഞ്ഞ നിലയിലാണ്. പെൻഷൻ തട്ടിപ്പ് സമയത്ത് തന്നെ BJP വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. തട്ടിപ്പുകാരെ കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം വേണം. ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റാഫ് പെൻഷൻ തുക മാറ്റിയതുമായി ബന്ധപ്പെട്ട് കോട്ടയം നഗരസഭയിൽ നിരവധി വിഷയങ്ങളുണ്ടായി. പക്ഷേ അന്ന് തന്നെ BJP ആവശ്യപ്പെട്ടിരുന്നു സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. അത് വിജിലൻസിന് ആ കേസ് കൈമാറാൻ വേണ്ടിയിട്ട് ഇത്രയും കാലതാമസം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇത്ര വലിയ അഴിമതി ഉണ്ടാകുമ്പോഴും യാതൊരു നടപടിക്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേവലം കണക്കുകൾ പുറത്തു വരുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ കുറ്റക്കാരെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടാവുന്നില്ല. ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം അന്നും BJP ഉന്നയിച്ചിരുന്നു. ഇനിയും BJP ശക്തമായ പ്രതിഷേധവുമായി കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടികളുടെ ക്ഷേമ പെൻഷൻ തിരിമറി നടത്തിയ ക്ലർക്കിനെ മാസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാനായിട്ടില്ല. ഇതിന് പിന്നാലെയാണ് പുതിയ ആരോപണം. ഇത്രയും വലിയ തുക കാണാതായിട്ടും സർക്കാർ ഇതിനെ ലാഘവത്തോടെയാണ് കാണുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നഗരസഭയിലേക്ക് BJP ഇന്ന് മാർച്ച് നടത്തും. ജനം, കോട്ടയം. ഇനിയും ദേവിക, നമുക്ക് തലസ്ഥാനത്ത് നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരണം. തിരുവനന്തപുരം മലയൻകീഴിൽ നിന്നുള്ള 4 അംഗ കുടുംബത്തെ കാണാതായിട്ട് 53 ദിവസമായി. വിളവൂർക്കൽ സ്വദേശികളായ വിഷ്ണുവിനെയും ഭാര്യയെയും 2 മക്കളെയുമാണ് കാണാതായത്. നവംബർ 30-നാണ് വിഷ്ണുവും കുടുംബവും വീട് വിട്ടിറങ്ങിയത്. അന്വേഷണത്തിൽ പോലീസ് താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ആരോപണം. തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ പോകുന്നതായി പറഞ്ഞാണ് വിഷ്ണുവും ഭാര്യ കാവ്യയും നവംബർ 30 രാവിലെ 9 മണിയോടെ വീട് വിട്ടിറങ്ങുന്നത്. മക്കളായ 4 വയസ്സുകാരി അൻവികയെയും 3 മാസം മാത്രം പ്രായമുള്ള അദ്വൈതിനെയും ദമ്പതികൾ ഒപ്പം കൂട്ടി. വിഷ്ണുവിന്റെ പേരിലുള്ള KL74D 5777 ഗ്രേ കളർ ടാറ്റ പഞ്ച് കാറിലാണ് ഇവർ വീട് വിട്ടത്. പിന്നാലെ ഇരുവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു. 4 പേരും കൂടെ നവംബർ 30 രാവിലെ ആശുപത്രി പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. തൈക്കാട് ഹോസ്പിറ്റലിൽ പോകുന്നു പറഞ്ഞ് അവർ പോയി. 29 രാത്രി എന്നോട് പറഞ്ഞു 2 പേരും ഞങ്ങൾ നാളെ ആശുപത്രി പോകുന്നു. അങ്ങനെ കാറിൽ ടാറ്റ പഞ്ച് കാറിൽ കയറി അവർ പോകുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വീട്ടിൽ നടന്ന് കയറി അവർ പോയിട്ട് ആശുപത്രി ഇരിക്കുന്നതായിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഒരു കപ്പിൽ ചായയും വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇതുവരെ യാതൊരു വിവരവും. ഞാൻ ഇനി കയറി ഇറങ്ങാത്ത ഒരു സ്ഥലമില്ല. ഇത് 50 ദിവസം കൊണ്ട് എനിക്ക് പോക്കും വരവും തന്നെയാണ്. മാറനല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് വിഷ്ണുവിന്റെ മാതാവ് പറയുന്നത്. പോലീസിനാണെങ്കിൽ ഒരു അന്വേഷണത്തിലൊന്നും ഇനി ഒരു താല്പര്യമില്ല അവർക്ക്. അവരെ വിളിക്കുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്. വിവരം കിട്ടിയാൽ പറയാം എന്നാണ് അവരുടെ പറഞ്ഞ്. 30-35 ദിവസം 40 ദിവസമായിട്ടും അവരിൽ നിന്ന് യാതൊരു തിരിച്ച് പ്രതികരണവും കിട്ടാത്ത കാരണമാണ് ഞങ്ങൾ ഹൈക്കോർട്ടിൽ റൂറലിലൊക്കെ പോയത്. റൂറലിൽ പോയതാ ഇപ്പോൾ പേപ്പർ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈക്കോർട്ടിൽ പോയി അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ. ഫീസ് നമുക്ക് കൊടുക്കാൻ ഫീസ് ഇല്ലാത്തതുകൊണ്ടാണ് റൂറലിൽ പോയത്. 10-20-20,000 രൂപയൊക്കെ വേണം അതിന് ഫീസ്. ഡയറക്റ്റായിട്ട് വക്കീലിനെ വയ്ക്കണമെങ്കിൽ. അങ്ങനെ ഒരാൾ പറഞ്ഞ മുഖാന്തരം അങ്ങനെ ഞാൻ പോയി കൊടുത്തിരിക്കാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഈ 52 ദിവസം ഇന്നേ വരെ ഇവർ പോയതിനു ശേഷം യാതൊരു വിവരവും ഈ മലയൻകീഴ് പോലീസിനോ കാട്ടാക്കട പോലീസിനോ തരാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ നടപടികൾ ഇഴഞ്ഞു നീങ്ങിയതോടെ ഡിവൈഎസ്പിക്കും SP-ക്കും മുഖ്യമന്ത്രിക്കും വരെ കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിലും നടപടി ഉണ്ടാകാതെ വന്നതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. ജനം, തിരുവനന്തപുരം. എന്തൊരു കഷ്ടമാണല്ലേ. 53 ദിവസമായി ഒരു കുടുംബത്തെ ആകെ കാണാതായിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരനും യുവതിയും 2 മക്കളും വീട് വിട്ടിറങ്ങി ആശുപത്രിയിലേക്ക് പോകാണെന്ന് പറഞ്ഞു. പിന്നീട് ഒരു വിവരവുമില്ല. ഇവിടെ നമ്മുടെ സൈബർ പോലീസുണ്ട്. അവരുടെ ഫോൺ നമ്പർ വെച്ച് അവരെ ചേസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ആ അമ്മയുടെ കണ്ണുനീരിന് എന്താണ് ഉത്തരം? മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു. എന്നിട്ടും യാതൊരു നടപടിയുമില്ല. എല്ലാം കേരളത്തിൽ ഓക്കെ ആണെന്ന് പറയുമ്പോഴാണ് ഈ അമ്മയുടെ കണ്ണുനീർ ഇതേപോലെ അവസാനിക്കാതെ തുടരുന്നത്. തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം നേരിടുന്ന MS സൊല്യൂഷൻ CEO ഷുഹൈബ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സിംഗിൾ ബെഞ്ച് കഴിഞ്ഞയാഴ്ച പ്രതിയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു. ചോദ്യങ്ങൾ ചോർത്തിയിട്ടില്ല എന്നും സ്ഥാപനത്തിലെ വിദഗ്ധർ നൽകുന്ന സാധ്യതാ ചോദ്യങ്ങളാണ് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി പ്രസിദ്ധപ്പെടുത്തിയതെന്നുമാണ് ഹർജിക്കാരന്റെ വാദം. ഹർജിയിൽ സർക്കാർ ഇന്ന് മറുപടി നൽകും. രേഷ്മ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രേഷ്മ, ഈ ഹർജിക്കാരന്റെ അറസ്റ്റ്
സ്റ്റേ ചെയ്തിരുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. ഇന്നാണ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി പരിഗണിക്കുന്നത്. എന്തൊക്കെ വാദങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ? തന്റെ ഭാഗത്തുനിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദഗതി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് IMS സൊല്യൂഷൻസിന്റെ CEO ആയിട്ടുള്ള ഷുഹൈബ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. തനിക്ക് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകണം. സാധ്യതാ ചോദ്യപേപ്പറുകൾ മാത്രമാണ് യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അല്ലാതെ ചോദ്യപേപ്പർ ചോർത്തിയിട്ടില്ല. സ്ഥാപനത്തിലെ വിദഗ്ധർ നൽകുന്ന സാധ്യതാ ചോദ്യങ്ങളാണ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വാദഗതിയും ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഷുഹൈബ് ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഷുഹൈബിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സർക്കാർ ഇന്ന് ഈ ഹർജിയിൽ മറുപടി നൽകും. കോഴിക്കോട് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ആവശ്യം തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഷുഹൈബ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നത്. എന്തായാലും 10ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 കണക്ക് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകളായിരുന്നു ചോർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് നിലവിൽ ഷുഹൈബ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യ ഹർജിയിൽ സർക്കാർ നൽകുന്ന മറുപടിക്ക് അനുസൃതമായിട്ടായിരിക്കും ഹൈക്കോടതി ഒരു തീരുമാനം പുറപ്പെടുവിക്കുക. എന്തായാലും ഈ ഷുഹൈബ് വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരുമായിട്ട് ചേർന്ന് ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഈ ചോദ്യപേപ്പർ ചോർത്തിയതെന്നുള്ള ഒരു ആക്ഷേപം തന്നെ നേരത്തെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കീഴ്ക്കോടതിയിൽ ഉന്നയിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അതൊക്കെ തന്നെയായിരിക്കും ഹൈക്കോടതിയിലും പ്രോസിക്യൂഷൻ വിഭാഗം ഉന്നയിക്കുക. അതെ, നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. സാങ്കേതിക സർവകലാശാലയിൽ VCയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ വിസമ്മതിച്ച് രജിസ്ട്രാർ. വൈസ് ചാൻസലർ പിരിച്ചുവിട്ട സിൻഡിക്കേറ്റ് യോഗം പിന്നീട് നടത്തിയ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടി ചോദ്യം ചെയ്തിരുന്നു. ഇത് റദ്ദാക്കിക്കൊണ്ടുള്ള നിർദ്ദേശം ഉത്തരവായി ഇറക്കാൻ രജിസ്ട്രാർ പ്രവീൺ വിസമ്മതിച്ചു. തുടർന്ന് അനധികൃത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കി VC നേരിട്ട് ഉത്തരവിറക്കി. വിവരങ്ങളുമായി ശാലിനി ചേർന്നു. ശാലിനി, സാങ്കേതിക സർവകലാശാലയിലാണ് വൈസ് ചാൻസലറും രജിസ്ട്രാറും രണ്ട് തട്ടിൽ. അവർ പരസ്പര വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ VCയും അംഗങ്ങളുമായി നടന്ന വാഗ്വാദം. ഇതേ തുടർന്ന് വൈസ് ചാൻസലർ ഈ യോഗം പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വലിയ രീതിയിലുള്ള വിവാദമാകുകയും ചെയ്തൊരു പശ്ചാത്തലവും നിലനിൽക്കുന്നുണ്ട്. VCയുടെ അഭാവത്തിൽ നടത്തിയ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടികൾ റദ്ദാക്കിക്കൊണ്ടുള്ള VCയുടെ തന്നെ നിർദ്ദേശം അത് ഉത്തരവായി ഇറക്കാനാണ് VC ഇപ്പോൾ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത്. പക്ഷേ രജിസ്ട്രാർ പ്രവീൺ ഇതിൽ വിസമ്മതം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. യോഗം പിരിച്ചുവിട്ടതിന് ശേഷം രജിസ്ട്രാർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിളിച്ചു ചേർത്ത മറ്റൊരു യോഗത്തിൽ പങ്കെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം VC തേടിയെങ്കിലും ആ വിശദീകരണം നൽകാൻ രജിസ്ട്രാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉത്തരവ് തനിക്കിറക്കാൻ കഴിയില്ലെന്ന് രേഖാമൂലം VCക്ക് മറുപടി നൽകിയതിനെ തുടർന്ന് VC ഡോക്ടർ K ശിവപ്രസാദ് തന്നെ അനധികൃത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിക്കൊണ്ട് നേരിട്ട് ഉത്തരവിറക്കുകയായിരുന്നു. എന്തായാലും സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങൾ നടപ്പാക്കരുതെന്ന് കാട്ടിക്കൊണ്ട് എല്ലാ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കും ഇമെയിൽ മുഖേന VC ഇപ്പോൾ നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. അസാധുവാക്കിയ അല്ലെങ്കിൽ റദ്ദ് ചെയ്തൊരു നടപടി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ ആരും സ്വീകരിക്കരുത്, അതിനെ ഒരു രേഖാമൂലമായിട്ടുള്ള യോഗമായി കണക്കാക്കരുത് എന്നുള്ളതാണ് VC പറഞ്ഞിട്ടുള്ളത്. ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയിലെ VCയും രജിസ്ട്രാറും ഈ രണ്ട് തട്ടിൽ തുടരുന്നത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം AGയുടെ റിപ്പോർട്ട് അടക്കം സർവകലാശാലയിൽ വന്നിട്ടുള്ളത്. ക്രമാതീതമായി വാഹനങ്ങൾ CPMന്റെ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് വാഹനങ്ങൾ അവിടുത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉപയോഗിച്ചു. ഒപ്പം തന്നെ അവിടുത്തെ ജീവനക്കാർ അടക്കമുള്ളവർക്ക് അധികമായി പണം നൽകി. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് AGയുടെ റിപ്പോർട്ട് അടക്കം വന്ന സാഹചര്യത്തിൽ ഇതടക്കം നിലനിൽക്കുമ്പോഴാണ് രജിസ്ട്രാറും VCയും തമ്മിൽ ഇരു തട്ടിൽ തുടരുന്നത്. അതെ, രജിസ്ട്രാർ സാങ്കേതിക സർവകലാശാലയിലാണ് VCയും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം തുടരുന്നത്. അത് അവിടുത്തെ ഭരണ നിർവഹണത്തെ പോലും ബാധിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി. സ്ത്രീകൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു റിപ്പോർട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത്. വത്തിക്കാൻ രാജ്യത്തിന് ആദ്യമായി വനിതാ ഗവർണർ. ഇറ്റാലിയൻ കന്യാസ്ത്രീയായ സിസ്റ്റർ റാഫേല പെട്രഡി മാർച്ചിൽ ചുമതലയേൽക്കും. നിലവിൽ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റിന്റെ സെക്രട്ടറി ജനറലാണ് സിസ്റ്റർ റാഫേല പെട്രഡി. ചരിത്രത്തിൽ ആദ്യമായാണ് വത്തിക്കാൻ രാജ്യത്തിന്റെ ഭരണ ചുമതല നിയന്ത്രിക്കുന്ന ഉന്നത പദവിയിലേക്ക് ഒരു വനിത നിയമിതയാകുന്നത്. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റിന്റെ സെക്രട്ടറി ജനറൽ റാഫേല പെട്രീനിയെയാണ് ഈ നിയോഗം ഫ്രാൻസ് മാർപ്പാപ്പ ഏൽപ്പിച്ചത്. ഒരു ഇറ്റാലിയൻ മാധ്യമത്തിലൂടെയായിരുന്നു മാർപ്പാപ്പയുടെ പ്രഖ്യാപനം.
കർദിനാൾ ഫെർണാണ്ടോ വേർഗേസ് അൽസാഗ സ്ഥാനമൊഴിയുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനം. വനിതകൾ പുരുഷന്മാരെക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും മാർപ്പാപ്പ പ്രഖ്യാപനത്തിന് പിന്നാലെ വ്യക്തമാക്കി. 59-കാരിയായ ഇറ്റാലിയൻ കന്യാസ്ത്രീ സിമോണ ബ്രാംബില്ലയെ വത്തിക്കാൻ ഓഫീസിന്റെ പ്രധാന ചുമതലയിലേക്ക് നിയമിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനം. തന്റെ ആത്മകഥയെപ്പറ്റിയും അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ചും മാർപ്പാപ്പ സംസാരിച്ചു. യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളും സംസാര വിഷയമായി. ഈ വർഷം വിശുദ്ധ വർഷമാകട്ടെ എന്ന പ്രത്യാശയോടെയാണ് മാർപ്പാപ്പ അഭിമുഖം അവസാനിപ്പിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. നിലവിലുള്ള മാർപ്പാപ്പ വനിതകൾക്കേറെ പ്രാധാന്യം നൽകുന്നു. മാത്രമല്ല ഭരണചക്രം തിരിക്കാൻ സ്ത്രീകൾ വളരെയധികം മിടുക്കരാണെന്നും കൂടി മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്ന വളരെ അഭിമാനകരമായ ഒരു നിമിഷവും കൂടിയാണിത്. കൊല്ലം ചടയമംഗലത്ത് യുവാവിനെ വീട് കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ആയൂർ സ്വദേശി ജോബിൻ ജോയ്ക്കാണ് പരിക്കേറ്റത്. കേസിൽ ആയൂർ സ്വദേശികളായ വിപിൻ, ഷോഫിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ വീട്ടുകാരുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് കാട്ടി ജോബിൻ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ നേരത്തെ പരാതി നൽകിയിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് വീട്ടിൽ കയറി ആക്രമണം നടത്തിയതായാണ് കേസ്. രാത്രി 9:30 പ്രതികൾ വീട്ടിൽ അതിക്രമിച്ചു കയറി തന്നെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതായും വീട്ടുകാരെ ഉപദ്രവിച്ചതായും ജോബിൻ പറയുന്നു. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി എന്നെ വിപിൻ മറ്റപ്പുള്ളി എന്നെ വെട്ടിപ്പരിക്കുകയും എൻ്റെ അമ്മയും വയറ്റത്ത് ചവിട്ടുകയും ചെയ്തു. ഇത് സ്ഥിര ശല്യക്കാർ. നേരത്തെ ഒരു കേസ് കൊടുത്ത് അത് അമ്മ മുണ്ടോക്കി കാണിക്കുക, ഞങ്ങൾ അസയ്ക്ക് മുണ്ടോക്കി കാണിക്കുക. അതിന് കേസ് കൊടുത്തതിന് ശേഷം നിന്നെ കൊല്ലുമെന്ന് എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്. ഇത് സ്ഥിര ശല്യക്കാരാണ് ഈ 2 പേര്. സംഭവത്തിന് പിന്നാലെ ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജോബിന്റെ കയ്യിൽ 7ഓളം തുന്നലുകളുണ്ട്. പരാതിയിന്മേൽ കേസെടുത്ത ചടയമംഗലം പോലീസ് ആയൂർ സ്വദേശികളായ വിപിൻ, ഷോഫിൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ പ്രതിയായ വിപിനും ജോബിനും തമ്മിൽ മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായും പോലീസ് സ്റ്റേഷനിൽ വച്ച പരിഹരിക്കപ്പെട്ടതായും ചടയമംഗലം പോലീസ് പറഞ്ഞു. ജനം, കൊല്ലം. മലയാളികൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടാണ് ഇനി. നാവികസേനയുടെ സിവിലിയൻ ഗാനം അവതരിപ്പിച്ച് സേനയ്ക്ക് അഭിമാനമായി 2 മലയാളികൾ. തിരുവനന്തപുരം സ്വദേശി TR ശ്രീകാന്തും എറണാകുളം സ്വദേശി ഋതുൽ മോഹനുമാണ് ഗാനത്തിന് പിന്നിൽ. ഹിന്ദി ഭാഷയിൽ ഗാനം രചിച്ചതും ചിട്ടപ്പെടുത്തിയതും കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ ജോലി ചെയ്യുന്ന ഇവർ 2 പേരുമാണ്. നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സിവിലിയൻ ഉദ്യോഗസ്ഥർക്കായി ഒരു ഗാനം പുറത്തിറക്കുന്നത്. അപ്പോൾ അതിന് നിയോഗം ലഭിച്ചതാകട്ടെ ഈ 2 മലയാളികൾക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ സയന്റിഫിക് വിഭാഗത്തിൽ ഉദ്യോഗസ്ഥരായ R ശ്രീകാന്തും ഋതുൽ മോഹനുമാണ് ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിന്റെ ഭാഗമായ ആ 2 പേർ. പുറത്തിറങ്ങിയ ഗാനം ഇതിനകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നമ്മളുടെ തീരം സംരക്ഷിക്കുന്ന ആ സേനയ്ക്ക് വേണ്ടി ഒരു അഭിമാനകരമായിട്ടുള്ള അവരോട് ആണിക്കല്ലായി പ്രവർത്തിക്കുന്ന സിവിലിയൻസിന് വേണ്ടി ഒരു ഗാനം ചെയ്യാനായിട്ട് വരുമ്പോൾ അത് ആ ഒരു സ്പിരിറ്റും ദേശസ്നേഹവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്പിരിറ്റ്, ഒരു മോട്ടിവേഷണൽ കോൾ, അതാണ് നമ്മൾ ആ ഗാനത്തിൽ ജി ജാൻ ലഗൻ സേ ആഗേ ബഢേംഗെ ആ ഗാനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എൻ്റെ കവിതകൾക്ക് ഒരു ഗാനത്തിൻ്റെ രൂപം കിട്ടാൻ ഒരു അവസരം കിട്ടിയതാണ് ഈ ഒരു അസുലഭ മുഹൂർത്തം. I extend my heartfelt thanks to all the naval authorities and also Indian Naval Academy for giving us a golden opportunity. നാവികസേനയുടെ കരുത്തും പ്രാധാന്യവും വ്യക്തമാക്കുന്ന ഗാനം പിറന്നത് മിനിറ്റുകൾക്കുള്ളിലാണ്. അർത്ഥവത്തായ വരികൾക്കൊപ്പം മികച്ച സംഗീതവും ചേർന്നതോടെ ഗാനം ഏവരുടെയും ഹൃദയത്തോട് ചേരുന്നതായി. ജനം, കണ്ണൂർ. എന്തായാലും ഇന്നത്തെ പ്രഭാതം വളരെയധികം പോസിറ്റീവ് ആക്കിയിരിക്കുകയാണ് ശ്രീകാന്തും ഋതുൽ മോഹനും. മലയാളികൾക്ക് അഭിമാനമായി മാറിയിരിക്കുന്നു ഇരുവരും. അപ്പോൾ ഹിന്ദി ഗാനം രചിച്ച് മലയാളികൾ ശ്രദ്ധേയരായെങ്കിൽ മലയാളികളുടെ മറ്റൊരു വിശേഷം കൂടി നമുക്ക് അറിയാം. ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ശ്രദ്ധേയമായി മലയാളി പവലിയൻ. കേരളത്തിൽ നിന്നുള്ള ഒരു കൂട്ടം കമ്പനികളെ ഉൾപ്പെടുത്തി KSIDC ആണ് ഡൽഹി സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. ഭാരത മണ്ഡപത്തിൽ നിന്നും M. നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാളിനുള്ളിലേക്ക് വരുമ്പോൾ ആദ്യം ഉള്ളത് ആക്സിയ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് BMW അടക്കമുള്ള പല കമ്പനികൾക്കും ഓട്ടോമോട്ടീവ് ബ്രാൻഡുകൾക്കും അവരുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഒപ്പം തന്നെ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നൊരു കമ്പനിയാണ് ഈ ആക്സിയ ടെക്നോളജീസ്. തിരുവനന്തപുരം ബേസ് ചെയ്തൊരു കമ്പനിയാണ്. നമുക്കൊക്കെ അഭിമാനിക്കാം. കാരണം തിരുവനന്തപുരം ബേസ് ചെയ്തൊരു കമ്പനി BMW, മിനി കൂപ്പർ പോലുള്ള കമ്പനിക്ക് അവർക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഉള്ളത് ഇതുണ്ടല്ലോ, ഇത് മിനി കൂപ്പറിൻ്റെ ഒരു കോക്പിറ്റ് ആണ് എന്ന് പറയാം. ഇതുണ്ട്, ഇതിൽ തന്നെ ഇതിൻ്റെ എല്ലാ കൺട്രോളുകളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കൺട്രോളും ഇതുണ്ടല്ലോ, AC അടക്കമുള്ള കാര്യങ്ങൾ, വീഡിയോ പ്ലെയർ അടക്കമുള്ള നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന അവരുടെ ഒരു കോക്പിറ്റാണ്, അല്ലെങ്കിൽ ആ ഒരു ക്ലസ്റ്ററാണ് ഇത്. ഇത് വാഹനത്തിൻ്റെ സ്പീഡ്, വാഹനത്തിൻ്റെ ആ ഒരു ഫ്യൂവല്, ബാക്കിയുള്ള ഇതുണ്ടല്ലേ ലൈറ്റ്, അങ്ങനെയുള്ള വാണിംഗ് ലൈറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വാഹനത്തിൻ്റെ ഹീറ്റ് അടക്കമുള്ള കാര്യം, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഏത് മോഡിലാണ്, ഡ്രൈവ് മോഡിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ക്ലസ്റ്ററാണിത്. ഇതിൽ തന്നെ നമുക്കിതാ ഹീറ്റും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ സീറ്റിൻ്റെയും ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഇതുള്ളത്. അപ്പോൾ അങ്ങനെ AC-യുമായി ബന്ധപ്പെട്ട കൺട്രോളുകൾ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഇത് കിട്ടും. അപ്പോൾ ഇത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, വാഹനത്തിന് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് മറ്റൊരു കാര്യത്തിന് കൂടിയാണ്. അതായത് ഇതിപ്പോൾ ഒരു വാഹനത്തിനുള്ളിലാണ് ഈ 3 ഡിസ്പ്ലേ എന്ന് പറയാം. ഇത് മുൻപിലത്തെ ഡ്രൈവർ സൈഡിലാണ്, ഇത് പിൻ സീറ്റിലിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, അതായത് സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അതിൽ തന്നെ 2 വശത്തിരിക്കുന്നു, ഇടതുവശം വലതുവശത്തിരിക്കുന്നു, 2 സീറ്റിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി 2ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് പാട്ട് പ്ലേ ചെയ്യാം. അപ്പോൾ ഇടതുവശത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു വീഡിയോ കാണണമെങ്കിൽ അത് ആൾക്ക് വീഡിയോ കാണാം, വലതുവശത്തിരിക്കുന്ന ആൾക്ക് മറ്റൊരു വീഡിയോ കാണാൻ സാധിക്കും. അത് കൃത്യമായി ഇത് ചെയ്യണമെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ചാൽ അത് കൃത്യമായി കേൾക്കാം. അങ്ങനെ 2 സീറ്റിലിരിക്കുന്ന ആളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. മുന്നിലിരിക്കുന്ന ആൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് ഇത് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും കേൾക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ BMW പോലെയുള്ള പല കമ്പനികൾക്കും BMW R&D പാർട്ട്ണർ കൂടിയാണ്. ഇന്ത്യയിൽ നിരത്തുകളിലുള്ള പല പ്രമുഖരായിട്ടുള്ള ബ്രാൻഡുകൾ, കോല, മഹേന്ദ്ര അടക്കമുള്ളവർക്കൊക്കെ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് പലപ്പോഴായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതിനുള്ള മറ്റ് കമ്പനികൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ടതായി, അതായത് ഹൈക്കോൺ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുണ്ട്. അവർക്ക് ഇലക്ട്രിക് ഓട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ബാറ്ററി, ഇൻവെർട്ടർ ബാറ്ററികൾ അടക്കമുള്ള ഒരു കമ്പനിയാണ് ഹൈക്കോൺ. ഹൈക്കോണിൻ്റെ ഒരു സ്റ്റാൾ ഇതിനകത്തുണ്ട്. എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ചാർജ് മോഡിൻ്റെ ഒരു സ്റ്റാൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് EV നെറ്റ്വർക്ക് ആയിട്ടുള്ള ചാർജ് മോഡിൻ്റെ ഒരു സ്റ്റാൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ചാർജ് മോഡിനെ പറ്റി. അത് ഏറ്റവും ശ്രദ്ധേയകരമായാണ്. അപ്പോൾ ചാർജ് മോഡിൻ്റെ ഒരു സ്റ്റാൾ ഇതിനുള്ളിൽ ഉണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സ്റ്റാൾ കൂടിയുണ്ട്. സി ഇലക്ട്രിക് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. സ്റ്റാർട്ടപ്പാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ബാറ്ററി മോട്ടോർ കൺട്രോൾസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇതിപ്പോൾ ഇവർ നിർമ്മിച്ച ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺട്രോളുകളാണ് ഇതൊക്കെ. ഇവർ പ്രധാനമായും ഇലക്ട്രിക് വെഹിക്കിൾസിനുള്ള ആ കൺട്രോളുകളാണ്. ഇപ്പം പ്രധാനമായിട്ട് ഇവർ ചെയ്യുന്നത് 2 വീലറുകൾക്കും 3 വീലറുകൾക്കും വേണ്ടിയിട്ടുള്ള കൺട്രോളാണ്. അതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പല പ്രമുഖരായിട്ടുള്ള 3 വീലേഴ്സ് അല്ലെങ്കിൽ 2 വീലേഴ്സിനൊക്കെ ഇവർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ കാണാം. KSIDCയുടെ ആ ഒരു ഇനിഷ്യേറ്റീവിൽ ഇത്രയധികം കമ്പനികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഭാരത് മൊബിലിറ്റി എക്സ്പോ നടക്കുന്ന ഭാരത് മണ്ഡപത്തിൽ നിന്നും നിഖിൽ കുമാർ, ജനം. നമ്മുടെ ഓട്ടോ ജേർണലിസ്റ്റ് ആണ് നിഖിൽ കുമാർ. വളരെ വിശദമായി തന്നെ ഓരോ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. അറിയാത്തവർക്ക് പോലും വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടായിരുന്നു ഇത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ, UAE-യിലെ പ്രവാസി ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് പുതുക്കാനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കി അബുദാബിയിലെ ഇന്ത്യൻ എംബസി. പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതും പുതുക്കുന്നതും ഉൾപ്പെടെ ഓരോ സേവനത്തെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ എംബസി പ്രസിദ്ധീകരിച്ചു. സാധാരണ പാസ്പോർട്ട് പുതുക്കൽ, തത്കാൽ പാസ്പോർട്ട് പുതുക്കൽ, പ്രീമിയം ലോഞ്ച് എന്നിങ്ങനെയുള്ള സേവനങ്ങളെക്കുറിച്ചാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അബുദാബിയിലെ ഇന്ത്യൻ എംബസി വിശദീകരിച്ചത്. UAE-യിലെ ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകൾ BLS ഇന്റർനാഷണൽ വഴിയാണ് ശേഖരിച്ച് നടപടികൾക്കായി അയക്കുന്നത്. BLSന്റെ വിവിധ കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തോ ദുബായിലെ അബുദാബിയിലെയോ BLS പ്രീമിയം ലോഞ്ചിന്റെ വെബ്സൈറ്റുകൾ മുഖേനയോ പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. BLS ഉദ്യോഗസ്ഥർ പാസ്പോർട്ട് അപേക്ഷകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഇന്ത്യൻ എംബസിക്ക് കോൺസുലേറ്റിനോ കൈമാറും. അപേക്ഷകന്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ച ശേഷം പുതുക്കി നൽകും. തത്കാൽ പാസ്പോർട്ട് അപേക്ഷകർക്ക് മുൻകൂർ അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല. ഇവർ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാൽ മതിയെന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. BLS കേന്ദ്രങ്ങളിൽ തത്കാൽ അപേക്ഷകർക്കായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പാസ്പോർട്ട് പുതുക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള പോലീസ് ക്ലിയറൻസ് ആവശ്യമാണ്. ക്ലിയറൻസ് ലഭിക്കുന്നതിനുള്ള കാലതാമസം അനുസരിച്ചായിരിക്കും
പാസ്പോർട്ട് പുതുക്കി നൽകുക. ജനം, ദുബായ്. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ വിജയത്തിളക്കവുമായി 3 മലയാളികൾ. 597 വോട്ട് നേടി ഷമീർ PTK ആണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്തെത്തിയ ആർ ദാമോദർ കാട്ടി 550 വോട്ട് നേടി. സയ്യിദ് അഹമ്മദ് സൽമാൻ 496 വോട്ട് നേടി. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിജയികളിൽ 5-ൽ 3 മലയാളികളാണ്. അടുത്ത 2 വർഷമാണ് അധികാരത്തിൽ വരുന്ന ഭരണസമിതിയുടെ കാലയളവ്. 8 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. കൃഷ്ണേന്ദു S, PTK ഷമീർ, നിതീഷ് എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ. സയ്യിദ് അഹമ്മദ് സൽമാൻ, ആർ ദാമോദർ കട്ടി എന്നിവരാണ് വിജയിച്ച മറ്റു 2 സ്ഥാനാർത്ഥികൾ. കൃഷ്ണേന്ദു, ഷമീർ, നിതീഷ്, സൽമാൻ എന്നിവർ നിലവിലെ ബോർഡ് അംഗങ്ങളാണ്. കഴിഞ്ഞ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിൽ ഷമീർ PTK 1 വർഷത്തോളം വൈസ് ചെയർമാനായിരുന്നു. പിന്നീടുള്ള കാലയളവിൽ സയ്യിദ് അഹമ്മദ് സൽമാൻ വൈസ് ചെയർമാൻ സ്ഥാനം വഹിച്ചു. 2023 തിരഞ്ഞെടുത്ത ഭരണസമിതി ഭരണം തുടങ്ങി 2ാം വർഷ പകുതിയിൽ ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടു. 2015 ബർക്ക സ്കൂൾ നിർമ്മാണ കരാറിൽ നിന്നും 2017 ഇന്ത്യൻ സ്കൂൾ ബോർഡും ബോർഡ് ചുമതലപ്പെടുത്തിയ സബ് കമ്മിറ്റിയും പിന്മാറിയതിന്റെ പേരിൽ ബർക്ക സ്കൂളിന്റെ ഭൂ ഉടമയ്ക്ക് കോടതി വ്യവഹാരത്തിനൊടുവിൽ നഷ്ടപരിഹാരവും ചിലവായ തുകയും ചേർത്ത് ഒരു ഭീമമായ തുക നൽകണമെന്ന് ഒമാനിലെ പരമോന്നത കോടതി വിധിച്ചു. ആ സാഹചര്യം നിലനിൽക്കെയാണ് നിലവിലെ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ 5 സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് നേരിട്ടത്. ഇത്രയും വലിയ തുക ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ ബാധ്യതയിൽ വരുമ്പോൾ വിദ്യാർത്ഥികൾ ഫീസ് വർധനവ് നേരിടേണ്ടി വരുമോ എന്നും ഇന്ത്യൻ പ്രവാസികളുടെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസവും സ്കൂളുകളുടെ ഭാവിയും എന്താകുമെന്നും രക്ഷകർത്താക്കൾ ആശയക്കുഴപ്പത്തിലായി. ആശയപ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടപ്പോൾ സ്കൂൾ കമ്മിറ്റിക്കും ചെയർമാനും മുമ്പാകെയും രക്ഷകർത്താക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയും നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. എന്തുതന്നെയായാലും ഈ പ്രതിസന്ധികൾക്ക് ഒരു ശാശ്വത പരിഹാരം നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡ് അംഗങ്ങൾ കണ്ടെത്തുമെന്ന പ്രതീക്ഷയാണ് രക്ഷകർത്താക്കൾക്ക് ഏക ആശ്രയം. കഴിഞ്ഞ 2023-25 കാലയളവില് നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസവും സ്നേഹവും ഒക്കെ കൊണ്ട് നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് കഴിഞ്ഞ 2 വർഷക്കാലം എനിക്ക് ബോർഡിൽ പ്രവർത്തിക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് പൊതുജനങ്ങളുടെ, രക്ഷകർത്താക്കളുടെ, അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി സ്കൂൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തിൽ അടുത്ത 2 വർഷക്കാലം കൂടി നിങ്ങളുടെ സ്നേഹവും ആദരവും ഒക്കെ കൊണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഈ ഒരു പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ പ്രവർത്തിച്ചു മുന്നോട്ട് പോകും എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. Well, my colleague here has explained most of the things what we are trying to work on. Thank you very much. Lot of hard work which has actually gone in bringing both of us to this particular stage. We have 2 years to showcase what we can do to the community and to the school and to the education and the future of our children. The change which was necessary, this is what we both are going to work very hard to bring into that. Thank you very much, and we assure you we will work very hard to actually bring in those changes. Thank you so much. ഇപ്പോൾ അധികാരത്തിൽ വരുന്ന ഇന്ത്യൻ സ്കൂൾ ഭരണത്തെയും ഭരണസമിതിയെയും ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒപ്പം ഇവിടുത്തെ ഇന്ത്യൻ സമൂഹവും ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. പത്മചന്ദ്ര പ്രകാശ്, ജനം, ഒമാൻ. തിരുവനന്തപുരം വിദുര ആശുപത്രിയിൽ ഗുളികയിൽ സൂചി കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. നിജസ്ഥിതി കണ്ടെത്തണമെന്ന പൊതുപ്രവർത്തകന്റെ പരാതിയിലാണ് നടപടി. വ്യാജ പരാതി എന്ന് ചൂണ്ടിക്കാണിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടറും പരാതി നൽകിയിരുന്നു. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇതിന് മുന്നോടിയായി വിനോദ്, നിരവധി സംശയങ്ങളുണ്ട്. അതെ, 2 ചോദ്യങ്ങളാണ് ഇതിൽ നിലനിൽക്കുന്നത്. ഒന്ന്, ഇത്തരത്തിലൊരു സംഭവമുണ്ട്, നിരവധി പരാതികൾ ആരോഗ്യ വകുപ്പിനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആശുപത്രികളിൽ പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും പരീക്ഷണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ നാവിൽ കയ്യിൽ സർജറി ചെയ്യാൻ എത്തുന്ന കുട്ടിക്ക് സൂചി തറച്ചിരിക്കുന്നു. അതെ, അങ്ങനെ നിരവധി വാർത്തകൾ നമ്മൾ ദിവസവും കാണുന്നതാണ്. അപ്പോൾ ഈ വാർത്തകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് ഇതിനെ തള്ളിക്കളയുന്നതാണോ? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ വാർത്തകളെല്ലാം മുതലെടുത്തുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നതാണോ എന്നിങ്ങനെ 2 സംശയങ്ങളാണ് ഇപ്പോൾ നിഴലിക്കുന്നത്. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രശ്മി, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ദുരൂഹതകൾ ഈ ഒരു വിഷയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഉള്ളത്? കാരണം അവർ കാണിക്കുന്നുണ്ട് വളരെ വ്യക്തമായി തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് സൂചി. പക്ഷേ ഇതിൽ 2 ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഒന്ന്, ആരോഗ്യ വകുപ്പ് അവരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച മറച്ചു വെക്കാനായി ഇത് തള്ളിക്കളയുന്നതാണോ, അതോ നിരന്തരമായി ആരോഗ്യ വകുപ്പിനെതിരെ പരാതികൾ ഉയർന്നു വരുന്നൊരു സാഹചര്യം അത് ആരെങ്കിലും മുതലെടുക്കാൻ ശ്രമിക്കുന്നതാണോ? ഈ 2 ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?
ദേവിക, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായിട്ടുള്ള വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നു. ആ ചികിത്സാ പിഴവുകളിൽ നടപടി ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ സംസ്ഥാനത്ത് ആവർത്തിക്കാറുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അത് അങ്ങനെയല്ല. കാര്യം സിമോക്സ് 500 എന്ന ഒരു ടാബ്ലറ്റ് ആണ് ഈ വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഈ വീട്ടമ്മ വാങ്ങിയത്. ഇതിനകത്ത് ഈ ടാബ്ലറ്റിനകത്ത് നിന്നും സൂചി കണ്ടെത്തി എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പരാതി. സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോയും അത്തരത്തിലായിരുന്നു. പക്ഷേ ഇത് ടാബ്ലറ്റിനകത്ത് ആ സൂചി ഇരുന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സൂചിയുടെ അറ്റം മാത്രമാണ് തുരുമ്പെടുത്ത നിലയിലുള്ളത്. അതേ ബാച്ചിലുള്ള എല്ലാ മരുന്നുകളുടെയും സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒന്നും തന്നെ ഇത്തരത്തിൽ സൂചി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രധാനമായും ഉയരുന്നൊരു ആരോപണം ഇത് വ്യാജ പരാതിയാണെന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകന്റെ പരാതിയിലാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ നൽകുന്നത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇതിന്റെ വിൽപ്പന കുത്തനെ ഇടിയുകയും ചില കമ്പനികൾക്ക് ഇത് വലിയ രീതിയിൽ നഷ്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വ്യാജ പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളതാണ് ഉയരുന്ന ഒരു ആരോപണം. ഏതായാലും ഈ സംഭവത്തിന്റെ നിജസ്ഥിതി അറിയണം എന്നുണ്ടെങ്കിൽ പോലീസിന്റെ വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമുണ്ട്. ഏതായാലും ഈ പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടറും കഴിഞ്ഞ ദിവസം ഈ വ്യാജ പരാതിയാണ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയിരുന്നു. ദേവിക, അതെ, ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം പുറത്തു വരുമ്പോൾ മാത്രമേ അതിന് കൂടുതൽ സത്യാവസ്ഥ നമുക്ക് വെളിവാകുകയുള്ളൂ. കോഴിക്കോട്ടുകാർക്ക് അതിശയവും കൗതുകവും ഒരുപോലെ സമ്മാനിക്കുകയാണ് പയ്യങ്കോട്ടുപുരം ശ്രീമുരുകൻ എന്ന ഗജകേസരി. ഒത്ത ആകാരവും കൊമ്പുമൊക്കെയായി തല ഉയർത്തി നിൽക്കുന്ന കൊമ്പന് പക്ഷേ പാപ്പാനും പനമ്പട്ടയും ലിറ്റർ കണക്കിന് വെള്ളവും ഒന്നും വേണ്ട. കാണാം ശ്രീമുരുകൻ്റെ വിശേഷങ്ങൾ. അടിയോളം ഉയരത്തിൽ കൊമ്പുകുലുക്കി ചെവിയാട്ടി നിൽക്കുകയാണ് പയ്യങ്ങോട്ടുപുരം ശ്രീമുരുകൻ. കൊമ്പു പിടിക്കാം, വാലു പിടിക്കാം, തുമ്പിക്കൈ തലോടുകയും ചെയ്യാം. കുത്തുമെന്നോ ഇടയുമെന്നോ പേടിയും വേണ്ട. കാരണം ഒറിജിനലിനെ വെല്ലുന്ന ഫൈബർ ആനയാണിത്. തിരുവമ്പാടി ശിവസുന്ദരനെ പോലിരിക്കുന്ന മുരുകന്റെ ഉടമസ്ഥർ മേളക്കാരനായ ശബരീഷും അഷ്ടപതി ഗായകനായ കൃഷോബുമാണ്. ആന എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന, ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്വന്തമായിട്ടൊരു ആന വാങ്ങണമെന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ജീവനുള്ളൊരു ആനയെ വാങ്ങാൻ നമുക്ക് എന്തായാലും പ്രയാസമാണ്. അപ്പം ജീവനുള്ളതുപോലുള്ള ഒരു ആനയെ വാങ്ങണമെന്നായിരുന്നു. അതിപ്പം സഫലമായത്. ആളുകളുടെ ഒരു കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ ആന നിൽക്കുന്ന രീതിയിൽ കണ്ടിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് കയറി വരുന്നത്. ഇവിടെ കയറി വന്നിട്ട് ആനയുടെ കാലിൻ്റെ ഭാഗത്തുള്ള വീല് കാണുന്നവരാണ് അത് ഒറിജിനൽ അല്ല എന്ന് മനസ്സിലാവുന്നത്. അത്രയും ഒരു പെർഫെക്റ്റിലാണ് ഇതിൻ്റെ ഒരു വർക്ക് അവർ ചെയ്തു തന്നത്. പറവൂരിലെ ആനമേക്കറാണ് നിർമ്മാതാവ്. 5 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. സ്റ്റാൻഡ് ഉൾപ്പെടെ 11 അടിയാണ് ഉയരം. മുത്തുക്കുട, വെഞ്ചാമരം, ആലവട്ടം എന്നിവ ഉൾപ്പെടെ 3 പേർക്ക് കയറുകയും ചെയ്യാം. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ അനുഗ്രഹത്തിനായി കഴിഞ്ഞ ദിവസം എത്തിച്ചപ്പോൾ തന്നെ ആനപ്രേമികൾ കൂടെ കൂടിയിരുന്നു. ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കുമായി ശ്രീമുരുകൻ കുറെ നാളിനി കോഴിക്കോട് തന്നെ ഉണ്ടാകും. ഈ മസ്തകവും കൊമ്പും ആകാരവും കണ്ടാൽ ആരുമൊന്ന് അതിശയിച്ചു പോകും. എല്ലാം ഒത്തിണങ്ങിയ ഗജകേസരി തന്നെ. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. എന്തായാലും കലക്കി, വളരെ സുന്ദരനായ ശ്രീമുരുകൻ. എന്തായാലും ആ ഒരു മനോഹര കാഴ്ചയോടുകൂടി പുത്തൻ പുലരി അവസാനിപ്പിക്കാനുള്ള സമയമായി. പക്ഷെ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സുമായി രോഹിണി മഹേഷ് ചേരും. നമസ്തേ.